വൈകിട്ട് RSS സഹയാത്രികൻ ശ്രീ EN നന്ദകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത്ത് പണിക്കർ, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ശ്രീ ഖാദർ കരിപ്പുടി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ EN നന്ദകുമാർ, ഇവിടെ 17 ഭാഗങ്ങൾ എമ്പുരാനിൽ നിന്ന് വെട്ടിമാറ്റുന്നു എന്ന് പറയുമ്പോൾ ഒരു കൃത്യമായ ഒരു നിർദ്ദേശവും ആശയവിനിമയം രണ്ട് കേന്ദ്രങ്ങൾ തമ്മിൽ നടന്നിട്ടുണ്ട്. ഒന്ന്, ഈ സിനിമയ്ക്കെതിരെ പ്രതിഷേധിക്കുന്ന സംഘപരിവാർ, പിന്നെ മറുവശത്ത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ. അപ്പോൾ RSSന്റേതായിട്ട് ഓർഗനൈസറിൽ വന്ന ലേഖനം, അതോടൊപ്പം തന്നെ RSS ഹാൻഡിലുകളിൽ നിന്ന് കൃത്യമായിട്ട് വന്നിരിക്കുന്ന പ്രതിഷേധങ്ങൾ, ഇത് കണക്കിലെടുക്കുമ്പോൾ RSSുമായിട്ട് കൃത്യമായിട്ടൊരു ചർച്ച നടത്തി തന്നെയാണ് ഈ 17 ഭാഗങ്ങൾ നിർണയിച്ചത് എന്ന് അനുമാനിക്കാവുന്നതാണ്. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അല്ല, അങ്ങനെ വേണം നിർബന്ധമില്ല. കാരണം ഞാൻ ഈ സിനിമയെ സംബന്ധിച്ച് ഈ സിനിമയിൽ ഏത് ഭാഗങ്ങൾ കട്ട് ചെയ്യണം തീരുമാനിക്കുന്നത് സെൻസർ ബോർഡാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കട്ടിങ് ഉണ്ടാവുക. പക്ഷെ ഏതാണെങ്കിൽ ഈ സിനിമയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ അത് ഒരിക്കലും ഒരു സിനിമയ്ക്ക് ചേരാത്ത ചില ഭാഗങ്ങൾ സിനിമയിലുണ്ട് എന്നുള്ളത് ഉത്തമമായിട്ടുള്ള ബോധ്യം വന്നിട്ടുണ്ട്. അത് നിർമ്മാതാക്കൾക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ജയകുമാറിന്റെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അതിനകത്ത് പരാമർശിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഒന്ന്, മലയാള സിനിമയിലെ എത്തിക്സിനെ കുറിച്ചാണ് ചർച്ച നടത്തുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത്, ഇതിനകത്ത് എത്തിക്സിലാണ് പ്രശ്നം. ഒരു സംവിധായകൻ ഇതിന്റെ നിർമ്മാതാക്കളെയോ അല്ലെങ്കിൽ ഇതിന്റെ വിതരണക്കാരെയോ മറ്റുള്ളവരെ അറിയിക്കാതെ കൊണ്ട് നടത്തിയിരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ, ഇത് ഒരു കാരണവശാലും ഭൂഷണമല്ല. അത് എനിക്ക് സംവിധായകനാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഏതാണെങ്കിലും ആരാണെങ്കിലും അത്തരം ചെയ്യുന്നത് ഒരു സിനിമയുടെ എത്തിക്സിനെ സംബന്ധിക്കുന്ന മര്യാദയല്ല. അത് ഈവൻ ടു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പറയുന്നതും സിനിമയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന എത്തിക്സിനെ കുറിച്ചാണ് ചർച്ച നടത്തുന്നത്. പക്ഷെ അതെങ്ങനെയാണ്? അത് ഇപ്പോൾ ശ്രീ ജയകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. ഇത് തന്നെയാണ് RSSന്റെ മറ്റ് ഹാൻഡിലുകളിലും പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ ഇത് പൃഥ്വിരാജ് മാത്രം തീരുമാനിച്ചാണ് ഇങ്ങനെ ഒരു പ്രമേയം ഉണ്ടാക്കിയത് എന്ന് എങ്ങനെയാണ് പറയുവാൻ കഴിയുക? അവിടെ മോഹൻലാൽ അറിഞ്ഞിട്ടില്ല, മറ്റണിയറ പ്രവർത്തകർ അറിഞ്ഞിട്ടില്ല, നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ അറിഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള വ്യാഖ്യാനമല്ലേ വരുന്നത്? അതോടൊപ്പം തന്നെ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം, സെൻസർ ബോർഡാണല്ലോ ഈ സിനിമയിൽ ഏതൊക്കെ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നത് എന്ന് തീരുമാനിക്കുന്നതെന്ന്. സെൻസർ ബോർഡ് ഓൾറെഡി ക്ലിയർ ചെയ്താണല്ലോ ഈ സിനിമ തിയേറ്ററിലേക്ക് അയച്ചതും സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ കളിക്കുന്നതും. ഇപ്പോൾ വെട്ടിമാറ്റാൻ തീരുമാനിച്ചിരിക്കുന്ന സെൻസർ ബോർഡ് അല്ലല്ലോ ശ്രീ EN നന്ദകുമാർ. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്. അപ്പോൾ ഏതെല്ലാം ഭാഗങ്ങളാണ് ഈ പ്രതിഷേധം ഉണ്ടാക്കുന്നവർക്ക് മോശമായി തോന്നിയിട്ടുള്ളത്, ആ ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു എന്നാണല്ലോ. അപ്പോൾ അത് ഞാൻ ആദ്യം ചോദിച്ചത് അതുകൊണ്ടാണ്. കൃത്യമായ ഒരു ആശയവിനിമയം RSSും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരും തമ്മിൽ നടത്തിയിട്ടില്ലേ എന്ന്. കാരണം RSS നിർദ്ദേശിക്കുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു. കാരണം മോശമാണ് എന്ന് തോന്നുന്നു, RSSന് മോശമാകുന്നു എന്ന് തോന്നുന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റുവാൻ നിർദ്ദേശം നൽകുന്നു. ആ നിർദ്ദേശം അവർ അനുസരിക്കുന്നു. അങ്ങനെ ഒരു ആശയവിനിമയം നടക്കാതെ, സെൻസർ ബോർഡ് നിർദ്ദേശിക്കാതെ എങ്ങനെ ഈ ഭാഗങ്ങൾ വെട്ടിമാറ്റും? അങ്ങനെയല്ല മഞ്ജുഷ, ഇതിനകത്ത് RSSന് ഇഷ്ടപ്പെടാത്ത ഭാഗങ്ങളല്ലല്ലോ പ്രശ്നം. ഇത് ചരിത്രത്തിന്റെ നിഷേധമാണ്. ഇതൊരു ചരിത്രമാണ്. ഗുജറാത്തിൽ നടക്കുന്ന കലാപെന്ന് പറയുന്ന 23 വർഷക്കാലങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഒരു ചരിത്രത്തെ വളച്ചൊടിക്കുന്നതാണ് സംഭവമുള്ളത്. അങ്ങനെ വളച്ചൊടിക്കാൻ ആർക്കിവിടെ അധികാരം? ഏത് സിനിമയ്ക്കാരൻ ഇവിടെ അധികാരമുള്ളത്? അങ്ങനെ അധികാരമില്ലല്ലോ. ഈ അധികാരത്തെ സംബന്ധിച്ച് ഗോകുലം ഗോപാലിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ജയകുമാറിന്റെ പ്രസ്താവന ഒന്ന് മണിക്കൂറുകൾക്ക് തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, ഞാനിതിന്റെ പൃഥ്വിയോട് സംസാരിക്കും, വേണ്ട ഭാഗങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാകണം. അത് പൃഥ്വിരാജും ഗോകുലം ഗോപാലും തമ്മിൽ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അവർ നിർദ്ദേശിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വെട്ടിമാറ്റുന്നത്. ഇതൊരിക്കലും RSSന്റെ അജണ്ടയുടെ ഭാഗമല്ല. ഏതാണെങ്കിലും സംഘമടക്കമുള്ള എല്ലാ പ്രസ്ഥാനങ്ങളെ സംബന്ധിക്കുന്ന ഇത്തരത്തിൽ നിലപാടുകളുണ്ട്. ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് സിനിമയുടെ പേരിൽ ചില ആളുകൾ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. സിനിമ പിടിക്കാൻ അധികാരമുണ്ട്. അത് മറ്റേ പൃഥ്വിരാജിന് പിടിക്കാമല്ലോ, ഇതിനകത്ത് വസ്തുതകൾ വെച്ചുകൊണ്ട് പിടിക്കാമല്ലോ, ഇതിന്റെ ചരിത്ര വസ്തുക്കൾ വെച്ചുകൊണ്ട് പിടിച്ചോട്ടെ. ആർക്കാ വിരോധം? 17 ഭാഗങ്ങൾ വെട്ടിമാറ്റിയതുകൊണ്ട് ഈ സിനിമയുടെ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റിയതുകൊണ്ട് ഈ പ്രതിഷേധക്കാർക്ക് തൃപ്തിയായി എന്നുള്ളതാണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പ്രമേയം അതേപടി നിൽക്കുമല്ലോ. ഈ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റി എന്ന് വെച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയം, അതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടോ ശ്രീ
EN നന്ദകുമാർ. ഇതിൽ ഏറ്റവും വലിയ വിമർശനം ഉണ്ടായിട്ടുള്ളത് ഈ ഹിന്ദു വിരുദ്ധമാണ് എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെടുത്തി കാണിക്കുന്ന ദൃശ്യങ്ങളാണല്ലോ. സിനിമയുടെ ഏതാണ്ട് ആദ്യത്തെ അരമണിക്കൂറിൽ കൂടുതൽ അതാണ്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ഈ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് കൊണ്ട് ഇപ്പോൾ ആ ഭാഗം മാത്രമായിരിക്കില്ലല്ലോ, മറ്റു ചില ഭാഗങ്ങളും ഒഴിവാക്കിയേക്കാം. അപ്പോൾ അത് അങ്ങനെ വന്നാലും ആ പ്രമേയത്തിൽ മാറ്റം ഉണ്ടാകുന്നില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്, ഇന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ വെട്ടിമാറ്റൽ എന്ന്? ഒരു കാര്യം ആഡ് ചെയ്യാനാണ് മഞ്ജുഷ, ഇതിനകത്ത് ഇന്ന ഭാഗത്ത് നിർദ്ദേശം ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ ഒന്നുണ്ട്, നിർമ്മാതാക്കളെ സംബന്ധിച്ച് അവർ പണം മുടക്കുന്നവരാണ്, അവർക്ക് ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട് ഇതിനെ സംബന്ധിച്ച്. ഈ തരം ഒരു സിനിമയിൽ ഈ പറയുന്ന ചില സംവിധായകന്മാരെന്ന് പറയപ്പെടുന്ന ചില ആളുകൾക്ക് അവരുടെ അജണ്ട നടപ്പിൽ വരുത്താനല്ല ഇന്ത്യ ചരിത്രമുള്ളത്. ഈ ചരിത്രം നിർമ്മിക്കാൻ ആരാ പൃഥ്വിരാജിന് അവകാശം കൊടുത്താരാ? ഇതിന്റെ ചരിത്രമായി തന്നെ കാണണം. അവിടെയാണ് ഗോദ്രയിൽ സംഭവം. എന്താണ് ഗോദ്രയിൽ നടക്കുന്നത്? തീവണ്ടിയുടെ കത്തിക്കലാണ് ആദ്യം നടന്നത്. 59 ജീവനുകളാണ് അവിടെ പിടഞ്ഞു വീണ് മരിച്ചത്. അതിൽ 25 പേര് കുട്ടികളാണ്, പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ മാത്രമല്ലോ പറഞ്ഞിരിക്കുന്നത്, മറ്റു വല്ലതും പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ച് എന്താ ഈ സിനിമ പറയുന്നത്? ഈ സിനിമ എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? സിനിമ പറയുന്നത് ഇത് കത്തുന്ന ചിത്രമാണ്, ആരോ എവിടെ വെച്ച് ഡൈനാമിക് വെച്ച് പൊട്ടിച്ച മാതിരി പറയുക. ഈ തരം വഷളത്തരങ്ങള് നമ്മളുടെ സാധാരണ, പ്രത്യേകിച്ച് മലയാളത്തിൽ വളരെ വ്യാപകമാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നതിലടക്കം ചരിത്രത്തിന്റെ തെറ്റായ ചരിത്രം പഠിപ്പിക്കുന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് നേരിട്ടറിയാം. അങ്ങനെയാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റിയിട്ടുണ്ടാവും. അങ്ങനെയാണോ ശ്രീ EN നന്ദകുമാർ? താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയൂ. ഇതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റിയിട്ടുണ്ടോ? എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധ്യമില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റായിട്ടുള്ള പാഠങ്ങള്, തെറ്റായിട്ടുള്ള ഭാഗങ്ങള് സിനിമയിൽ നിന്ന് തിരുത്തുകപ്പെടുക തന്നെ ചെയ്യണം. കേരള സ്റ്റോറി തിരുത്ത്. ശരി മഞ്ജു, കേരള സ്റ്റോറിയിലെ കണക്കുകളൊക്കെ നിങ്ങൾ അങ്ങ് തിരുത്തുന്നേ. ഒരു നിലപാട് പറഞ്ഞോട്ടെ. എന്നോട് രാഹുൽ പറയൂ. അതായത് മഞ്ജുഷ്, എനിക്ക് ഒരു മിനിറ്റ് തന്നാൽ മതി. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കേരള സ്റ്റോറി വന്നു, 3 കുട്ടികളുടെ കഥ, 32,000 പേരുടെ കഥയായ അതിശോക്തി പലർത്തി പറഞ്ഞ കഥയാണ്. കാശ്മീർ ഫയൽസ് വന്നു. കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും ചാവയും ഒക്കെ BJP രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയാണ്. എമ്പുരാൻ BJP രാഷ്ട്രീയത്തിന് എതിര് നിൽക്കുന്ന സിനിമയാണ്. നമ്മളിത് സത്യസന്ധമായി കാണണം, കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. അതായത് കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസ് ഒരു വശത്ത്, നേരെ തിരിച്ച് എമ്പുരാൻ മറുവശത്ത് BJP രാഷ്ട്രീയത്തെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അതിശക്തമായി വിമർശിക്കുന്നതാണ്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ കേരള സ്റ്റോറിയിൽ 3 പേരുടെ കാര്യം, നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മറിയം, സത്യമാണ്. പക്ഷേ 32,000 എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. ഇനിയും എമ്പുരാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് എമ്പുരാൻ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ വീണ്ടും കാണും. പക്ഷെ എമ്പുരാനിൽ ഒരു വിമർശനത്തിന് സ്പേസും സ്കോപ്പും ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഗുജറാത്ത് കലാപം നമ്മുടെ ആത്മാവിനേറ്റ മുറിവാണ്, അതേപോലെ ഗോധ്ര ട്രെയിൻ തീവെപ്പും നമ്മുടെ ആത്മാവിനേറ്റ മുറിവാണ്. ഇത് രണ്ടും ഒന്ന് റെപ്രസെന്റ് ചെയ്യണമെന്ന് ഒരാൾ വിമർശനം പറഞ്ഞാൽ അതിൽ യാതൊരു തെറ്റും പറയാനില്ല. പിന്നെ 2, ഇടുക്കി ഡാം ബോംബ് വെച്ച് പൊളിക്കാൻ നോക്കുന്നു തുടങ്ങിയ പ്രയോഗങ്ങൾ പാടില്ലായിരുന്നു. അതൊന്നും ആരും ചെയ്യില്ല. അത്രയൊന്നും കടത്തി ഒരു കാര്യവും പറയരുത്. ശ്രീ K. സുരേന്ദ്രനെയാണ് സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹവും മണിക്കുട്ടനും തമ്മിലുള്ള ഒരു ഡയലോഗിൽ അണ്ണ ഒക്കെ ചേർത്ത് ഒരു പ്രത്യേക പ്രയോഗം നടത്തുന്നുണ്ട്. അത് ഒരാളെ കുറിച്ചും ചെയ്യരുത്. അപ്പൊ മേടയിൽ രാജനാണ് ശ്രീ പിണറായി വിജയൻ. അപ്പോൾ യഥാർത്ഥ രാഷ്ട്രീയത്തിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എമ്പുരാൻ ഗംഭീരമായ പടമാണ്, നമ്മുടെ KGF ആണ്, നമ്മുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ KGF. ഇനി അത് വെട്ടിമാറ്റിയ രൂപത്തിലാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. രണ്ടാമത് കാണാൻ പോകുമ്പോൾ അങ്ങനെയായിരിക്കും. അല്ല, അതിന്റെ സത്യസന്ധമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ നമ്മുടെ BJP സംഘപരിവാർ സംഘ കുടുംബത്തിൽ നിന്ന് ബാക്ക്ലാഷ് ഉണ്ടായി. ശ്രീ മോഹൻലാലിനും നമ്മുടെ ശ്രീ ഗോകുലം ഗോപാലിനും ആ ഫീഡ്ബാക്ക് വന്നു. ഗോകുലം ഗോപാലൻ സാറ് ശ്രീ പൃഥ്വിരാജിനെ വിളിച്ചു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ സെന്റിമെന്റ്സും കൂടെ നമുക്ക് ഉൾക്കൊള്ളാം, അതിൽ നീ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ തമ്മിൽ തീർക്കുന്നതാണ്. ഓർക്കുക, ഇത് സെൻസർ ബോർഡ് ചെയ്യുന്നതല്ല. ഇനി ഒരു കൗതുകം കൂടിയുണ്ട്. സെൻസർ ബോർഡ് കട്ട് ചെയ്യാൻ പറഞ്ഞ ഒരേ കാര്യം ഇന്ത്യൻ പതാകയുടെ ഒരു വ്യാഖ്യാനമാണ്. അത് സത്യവുമാണ്. അതായത് ഇന്ത്യൻ പതാകയുടെ വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ ഈ കാവി കാണിക്കുന്ന ഹിന്ദുക്കളെയാണ്, വെള്ള കാണിക്കുന്നത് ക്രിസ്ത്യാനികളെയും, പച്ച കാണിക്കുന്ന മുസ്ലിങ്ങളെയാണ്. അതിൽ ബജറംഗി എന്ന് പറയുന്ന വില്ലൻ പറയുന്നുണ്ട് എനിക്ക് പച്ചയെ ഇഷ്ടമല്ല. ഇതിൽ ആദ്യത്തെ 10 സെക്കൻഡാണ് വെട്ടിമാറ്റിയെന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ബാലൻസ് ആണ് വേണ്ടത്. ലൂസിഫർ കുറച്ചുകൂടെ നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിരുന്നു. എന്നാൽ ഇത് വലതുപക്ഷത്തെ തീവ്രമായി അല്ലെങ്കിൽ BJP RSSനെ തീവ്രമായി ആക്രമിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പൃഥ്വിരാജ് വന്നത്. അപ്പം മറുഭാഗത്തുനിന്ന് റെസ്പോൺസ് ഉണ്ടാവുമല്ലോ. ഇല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രത്യേകിച്ച് ലാലേട്ടൻ സംഘവുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. വിശ്വശാന്തി ഫൗണ്ടേഷനും RSSും ചേർന്ന് പരിപാടികൾ നടത്തുന്ന ആളാണ്. ഗോകുലം ഗോപാലൻ
സാർ RSSുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ്. പക്ഷെ പൃഥ്വിരാജ് കടുത്ത രീതിയിൽ ഹിന്ദുത്വ വിമർശനം ഉള്ള ഒരു വ്യക്തിയാണ്. മുരളി ഗോപിയും ടിയാനിലടക്കം വിമർശനമുണ്ട്. ഇനി ഒരു കാര്യം കൂടെ, നമ്മൾ ആരാണെങ്കിലും പൃഥ്വിരാജിന് വിദേശ ബന്ധം, ജോർഡാനിൽ പോയി ആരെങ്കിലും കണ്ടു എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. ഇതൊക്കെ കേട്ട ആൾക്കാർ ചിരിക്കും. പൃഥ്വിരാജ് ജോർഡാനിൽ പോയി അവിടെ ISISകാരെ കണ്ടു എന്ന് പറഞ്ഞ ആൾക്കാർ ചിരിക്കും. അപ്പൊ അങ്ങനെയല്ല, പൃഥ്വിരാജ് ഭീഷണികൾക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകൾക്ക് ഇതിനെല്ലാം വഴങ്ങിയിരിക്കുകയാണല്ലോ എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ. അതാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശ്രീ ഖാദർ കരിപ്പൊടി ഈ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമയുടെ പ്രമേയപരമായ കാര്യങ്ങൾക്ക് തന്നെ കോട്ടം സംഭവിക്കുന്ന ഒന്നായിരിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ ഭീഷണിക്ക് വഴങ്ങുകയല്ലേ ചെയ്യുന്നത് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ? ഇത് ഭീഷണിയല്ല, ഇതൊക്കെ നിർമ്മാതാക്കൾക്ക് തോന്നിയിട്ടുള്ള, അവര് ചെയ്തിട്ടുള്ള മാറ്റങ്ങളാണെന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിച്ച് അവരെ ഭയപ്പെടുത്തി എന്നുള്ളതാണ് ഫാക്ട്. കാരണം ഭയപ്പെടുത്താൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടായേക്കാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. ഭയപ്പെടുത്തുകയാണ്. നോക്കൂ, ഇപ്പൊ കേരള സ്റ്റോറിയിലെ കഥ തന്നെ പറഞ്ഞു. അതിൽ 32,000 കുട്ടികളെ കൺവേർട്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ബുൾഷിറ്റ്, എന്താ പറയുന്ന പച്ച നുണ, ഒരു ക്രെഡിബിളും ഇല്ലാത്ത, ഒരു രേഖയും ഇല്ലാത്ത 32,000 പെൺകുട്ടികളെ മതം മാറ്റി ഈ കേരളത്തിൽ നിന്ന് ISISലേക്കും പുറത്തേക്കും കൊണ്ടുപോയി എന്ന് പറഞ്ഞ വ്യാജ നുണ ഇവിടെ പ്രചരിപ്പിച്ച സമയത്ത് അതിനെ പിന്തുണച്ച് പോസ്റ്റിട്ട ആളുകളാണ് ഈ സംഘത്തിന്റെയും BJPയുടെയും ഒക്കെ നേതാക്കന്മാർ. അതിനു വേണ്ടിയിട്ട് തിയേറ്റർ ഒരുക്കാൻ വേണ്ടിയിട്ട് മുറവിളി നടത്തിയ ആളുകളാണ് ഇപ്പൊ വന്നിട്ട് പറയുന്നത് എമ്പുരാനിൽ ഞങ്ങളെ അങ്ങ് വിമർശിച്ചു എന്നുള്ളത്. ഗോദ്രയിലെ ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അതിന് സെൻട്രൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പിന്നീട് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും തമ്മിൽ രാവും പകലും വ്യത്യാസമുണ്ട്. അത് പിന്നീട് ഹൈക്കോടതിയിൽ നിന്നിൽ അത് തള്ളിപ്പോവുകയും ചെയ്തു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഗോദ്ര ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ അഭിപ്രായ ഭിന്നതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നീട് കേസ് നടന്നു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്ന ക്രൂരനായ, ഇന്ത്യ കണ്ട ഇത്രയും നീചനായ ഒരു മനുഷ്യന്റെ യഥാർത്ഥ മുഖം ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ അത് മാറ്റുകയാണ് ഖാദർ, അത് മാറ്റുകയാണ്, അണിയറ പ്രവർത്തകർ അത് മാറ്റുകയാണ്. ഞാൻ പറയുന്നത് അത് മാറ്റുന്നതോടുകൂടി എമ്പുരാൻ ടീമിന്റെ എല്ലാ സംഭവവും മാറി എന്നുള്ളതാണ്. എന്തിനാ മാറ്റുന്നേ? ഇത് സെൻസർ ചെയ്തിട്ട് ഇറങ്ങിയ സിനിമയല്ലേ? ഇവര് പറയുന്നു സെൻസർ ബോർഡ് അത് തീരുമാനിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന്. സെൻസർ ബോർഡ് തീരുമാനിച്ചല്ല ഇപ്പോൾ, മാറ്റാൻ തീരുമാനിച്ച സെൻസർ ബോർഡ് അല്ല ഇപ്പോൾ. ഇത് ഈ അല്ല, ഇപ്പോഴല്ല ഞാൻ പറയുന്നത്. നേരത്തെ സെൻസർ ബോർഡ് ഇത് കണ്ടതല്ലേ, അവർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞത് ആരാ? BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റാ. അപ്പൊ അവർക്ക് കണ്ടപ്പോ ഇതിന് പ്രശ്നമില്ലാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ വിചാരിച്ചിട്ടുണ്ടാവുക ബാബു ബജ്രംഗി അന്ന് വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞല്ലേ, നരേന്ദ്രഭായ് എന്നൊക്കെയുള്ള പരാമർശം ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ, കണ്ടതല്ലേ? മഞ്ജുഷ കണ്ടിട്ടില്ലേ? അത് തേൽക്കയുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ കണ്ടിട്ടില്ലേ? അതൊക്കെ വന്നതാണ്. പക്ഷെ ഈ ബജ്രംഗി എന്നുള്ള പേര് ഇല്ല, ഇനി സിനിമയിൽ ഇല്ല ശ്രീ ഖാദർ. അതെ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിപ്പിച്ച് ചെയ്യാൻ ഇവരുടെ പണി എന്താ? ഇവർ ഇത്രയും കാലം ചെയ്തിട്ടുള്ള പ്രവൃത്തി എന്താ? ആളുകളെ ഭയപ്പെടുത്തി, കീഴ്പ്പെടുത്തി, അടിമപ്പെടുത്തുക എന്നുള്ള പ്രത്യയശാസ്ത്രം കൃത്യമായി പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾക്കാര് ഇതല്ല, ഇതിനപ്പുറം ചെയ്യും. ശരി, ശ്രീ പണിക്കർ കൂടിയുണ്ട്. ശ്രീ പണിക്കർ, ഇത് ഭയപ്പെടുത്തി ഗോകുലം ഗോപാലനെയും മോഹൻലാലിനെയും ഒക്കെ ഭയപ്പെടുത്തി ഈ സിനിമയിൽ നിന്ന് ഈ പ്രധാന ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുവാൻ നിർബന്ധിക്കുകയായിരുന്നു. അത് സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നാണ്. ഈ ഒരു വിലയിരുത്തലിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇത് പൃഥ്വിരാജ് സ്വന്തം നിലയ്ക്ക് ചെയ്തതാണ്. അതുകൊണ്ട് പൃഥ്വിരാജിന്റെ മറ്റു ബന്ധങ്ങൾ അന്വേഷിക്കണം. ജിഹാദി ബന്ധമുണ്ട് പൃഥ്വിരാജിന്, ആഡംബര വസതി മുംബൈയിൽ വാങ്ങിയതിന് പിന്നിൽ കള്ളപ്പണമുണ്ട്, ഇതൊക്കെ അന്വേഷിക്കണം, വിദേശ ബന്ധം അന്വേഷിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളാണല്ലോ സംഘപരിവാർ ഹാൻഡിലുകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത്. ഇതെല്ലാം കണ്ട് ഭയന്നു പോയോ സിനിമയുടെ അണിയറ പ്രവർത്തകർ? അല്ല, നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ആദ്യ സമയത്ത് എങ്ങനെയാണ് ഈ സിനിമയെ പ്രകീർത്തിച്ചിരുന്ന പൃഥ്വിരാജിന്റെ സ്റ്റാൻഡിനെ അപ്രീഷിയേറ്റ് ചെയ്തിരുന്ന ആൾക്കാർ അഭിപ്രായം പറഞ്ഞിരുന്നത് എന്താണ് എന്നുള്ളതാണ് പ്രധാനം. അതായത് ഇവിടെയുള്ള സംഘപരിവാർ ആശയങ്ങൾക്കെതിരെ സംഘപരിവാർ തന്നെ ദീർഘകാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് സംസാരിക്കാൻ ആർജവമുള്ള ഒരു ചുണക്കുട്ടി എന്ന രീതിയിലത്തേക്കാണ് ശ്രീ പൃഥ്വിരാജിനെ രാഷ്ട്രീയമായിട്ട് പല വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള ആൾക്കാർ ഉൾപ്പെടെ വിശേഷിപ്പിച്ചത്. അപ്പൊ അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ധൈര്യത്തിനുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ധൈര്യത്തിനുള്ള ഒരു എൻഡോഴ്സ്മെന്റ് ഉണ്ട് എങ്കിൽ ആ ധൈര്യം അദ്ദേഹം ഇപ്പോഴും പ്രകടിപ്പിക്കേണ്ടതാണ്. എങ്കിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു കട്ട് വേണം എന്ന് ആ സിനിമയുടെ മേക്കേഴ്സ് തീരുമാനിക്കാൻ പാടില്ല.
അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഭീഷണിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വെറുതെ വാക്കുകൊണ്ട് അങ്ങ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു ഭീഷണി അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രമേയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന, അതിനെക്കുറിച്ച് സിനിമ നിർമ്മിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതല്ലാതെ മറ്റാരെങ്കിലും ഇപ്പൊ കട്ട് ചെയ്തു മാറ്റുന്നു എന്ന് പറയുന്നത് ഭീഷണിയാണ് എങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷന്റെ ഭാഗമായിട്ടാണ് സിനിമ എടുക്കാൻ പോയതെങ്കിലോ അങ്ങനെ ഒരു വാദം വെച്ചാൽ എന്ത് പറയാൻ കഴിയും? ഉദാഹരണത്തിന് ഗോത്ര ഇൻസിഡന്റ് ഉണ്ട്, ഗുജറാത്ത് കലാപമുണ്ട്. അപ്പോൾ വളരെ ബാലൻസ്ഡ് അല്ലാതെ വളരെ കൂടുതലായിട്ട്, ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല കേട്ടോ, അത് ആദ്യമേ തന്നെ ഞാൻ ഡിസ്ക്ലൈമർ ആയിട്ട് പറയുന്നു. അപ്പൊ ഗുജറാത്ത് കലാപത്തിന് കൂടുതൽ വെയിറ്റ് കിട്ടുന്ന രീതിയിലത്തേക്ക്, അത് പ്രധാനപ്പെട്ട പ്രമേയമായി മാറുന്ന രീതിയിലത്തേക്ക് ഒരു സിനിമ ചെയ്യുമ്പോൾ ആരെങ്കിലും ഇതേപോലെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ ഗോത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കാൻ പാടില്ല, ടൈറ്റിൽ റോൾ ചെയ്യുന്ന സമയത്തോ തുടക്കത്തിൽ മാത്രമോ അതിനെപ്പറ്റി കാണിക്കാൻ പാടുള്ളൂ, അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നിങ്ങൾ പോകരുത് എന്ന് ആരെങ്കിലും പൃഥ്വിരാജിനെ ഭീഷണിപ്പെടുത്തിയിരുന്നോ? അല്ല, ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു ഭാഗത്തിന് മാത്രം കഴിയുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് കഴിയില്ല. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന രാഹുൽ ഈശോ തന്നെ ഈ സിനിമ കണ്ട് കഴിഞ്ഞ ഉടൻ പറഞ്ഞത്, ആദ്യ അദ്ദേഹത്തിന്റെ കമന്റ് എന്ന് പറയുന്നത് ഇത്രയും ധൈര്യം കാട്ടിയ പൃഥ്വിരാജിന് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു. അതായത് യഥാർത്ഥമായ രാഷ്ട്രീയം പൃഥ്വിരാജ് പറഞ്ഞു, ആ ധൈര്യം അതിനെ അഭിനന്ദിക്കുന്നു എന്നായിരുന്നു. അല്ല, അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും പറയുക? അതായത് കട്ട് ചെയ്യുന്നത് ഭയന്നിട്ടാണ് എങ്കിൽ അദ്ദേഹം ഭീരുവാണ് എന്നുള്ള ഒരു അഭിപ്രായം പറയുമോ ശ്രീ രാഹുൽ ഈശ്വർ? അങ്ങനെ ആയില്ലേ? ഇപ്പോൾ താങ്കൾ വെറുതെ അഭിനന്ദിച്ചുവല്ലോ പൃഥ്വിരാജിനെ. അങ്ങനെയല്ല, നമുക്ക് സത്യസന്ധമായി എന്താണ് കാര്യങ്ങൾ, അതായത് ഇതിനെക്കുറിച്ച് ചില മാധ്യമങ്ങൾ സൂചിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, പലപ്പോഴും ഇത് വെളിയിൽ വന്നതുമാണ്. അതായത് ഇതിനെതിരെ ഒരു ബാക്ക്ലാഷ് വന്നു. അപ്പൊ RSSന്റെയും BJPയുടെയും ഭാഗത്തു നിന്ന് ശക്തമായ, അവർക്ക് വേദനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞപ്പോ ശ്രീ ഗോകുലം ഗോപാലും മോഹൻലാലും അടക്കം അക്കോമഡേറ്റ് ചെയ്യാവുന്ന തീരുമാനമെടുത്തു. യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ചില ആൾക്കാർ പറയുന്നതാണ് കേട്ടോ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നടക്കം ഈ എതിര് വന്നപ്പോൾ ശ്രീ സുരേഷ് കുമാർ ആണ് ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടത്. അത് മുഖ്യധാരാ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ശ്രീ സുരേഷ് കുമാർ ഇതിന്റെ ഇടയ്ക്ക് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി നിന്നു. ഈ രണ്ടു ഭാഗത്തെയും ആൾക്കാരോട് സംസാരിച്ചു. ശ്രീ സുരേഷ് കുമാറിന്റെ ഭാഗത്തു നിന്ന് അവസാനം ഒരു കൺസെൻസസ് മോഡലായി രണ്ടുപേർക്കും പരിക്ക് പറ്റാതെ വിജയത്തിന്റെ ഭാഗമായി 17 ഭാഗങ്ങൾ കട്ട് ചെയ്യും, ചില ഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയുകയുണ്ടായി. വിജയിക്കുകയില്ല എന്ന ബോധ്യം വന്നപ്പോൾ അതിന് നിർബന്ധിതരായി അല്ലേ? അങ്ങനെയല്ല, കമേഴ്ഷ്യലായിട്ട് വിജയിച്ചല്ലോ. ഇപ്പൊ 100 കോടി എത്തിയെന്ന് പറയുന്നു, 200 300 കോടിയിലേക്ക് ഇത് എത്തുമായിരുന്നു. 228 അല്ല, ചില ആൾക്കാർ 150 കോടി എന്ന് പറയുന്നു, ചില ആൾക്കാർ 228 കോടി എന്ന് പറയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ഇനി കട്ട് ചെയ്തു എന്ന് പറഞ്ഞ RSSലെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ അവിടെ പോയി സിനിമ കാണുമോ? ഇല്ലല്ലോ. അപ്പം ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഒരു BJP വിരുദ്ധ രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഇത് സമ്മതിക്കാൻ ഒരു മടിയും വേണ്ട. കേരള സ്റ്റോറി BJP അനുകൂല രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നത് പോലെ ഒരു ഹിന്ദുത്വ വിരുദ്ധ ഒരു കാര്യം കൂടെ, ഹിന്ദു വിരുദ്ധമല്ല. നമ്മൾ ഹിന്ദു എന്ന് പറഞ്ഞാൽ ഞാനും മഞ്ജുഷും ശ്രീജിയും നന്ദകുമാർജിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മതമാണ്. എന്നാൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലൈനാണ്. ആ ഹിന്ദുത്വ വിരുദ്ധമായ ഒരു ലൈൻ ഇതിൽ മാത്രമല്ല ടിയാനിലും മുരളി ഗോപി ശക്തമായിട്ട് മുമ്പോട്ട് വെക്കുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ ബാലൻസ് വേണമെന്ന് ഇതിന്റെ മേക്കേഴ്സിന് തോന്നി. പ്രത്യേകിച്ച് ലാലേട്ടൻ കൂടി ഇൻവോൾവ് ആയതുകൊണ്ടാണ്. ലാലേട്ടൻ ആരെയും വെറുപ്പിക്കാതെ എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് പോകുന്ന വ്യക്തിയാണ്. അപ്പൊ ലാലേട്ടൻ ആന്റണി പെരുമ്പാവൂർ ശ്രീ സുരേഷ് കുമാറുമായിട്ട് സംസാരിച്ചു. സുരേഷ് കുമാർ മറുഭാഗത്തുള്ള സെൻസർ ബോർഡിലെ ആൾക്കാരോടൊക്കെ സംസാരിച്ചു. നമുക്കപ്പോ ഇതിലൊരു ബാലൻസിലെത്താം, നെഗോസിയേഷനിലെത്താം, രണ്ടുപേർക്കും പരിക്ക് പറ്റാത്ത രീതിയിലെത്താം. ഇനി BJPയുടെ RSSന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ അവർക്കും പ്രവർത്തകരില്ലേ, അവരുടെ പ്രവർത്തകരോട് അവർക്ക് മോഹം കാണിക്കേണ്ടി വരില്ലേ? കാര്യം വലിയ രീതിയിൽ പ്രതിഷേധം, രാജീവ് ചന്ദ്രശേഖർജിയും MT രമേശ്ജിയും ഒക്കെ വളരെ സ്റ്റേറ്റ്സ്മാൻലി ആയി ആരെയും ഉൾപ്പെടുത്താതെ സിനിമയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയയിലടക്കം സാമൂഹ്യ മാധ്യമങ്ങൾ അപ്പോൾ ഇതോടുകൂടി ഈ വിഷയം അടങ്ങിയെന്ന് തന്നെ കരുതാൻ പറ്റുമല്ലോ അല്ലേ ശ്രീ EN നന്ദകുമാർ? സിനിമയെ ഈ രീതിയിൽ ഇപ്പോൾ തിയേറ്ററിലുള്ള രീതിയിൽ കാണിക്കാൻ പറ്റുകയില്ല, അത് പ്രതിഷേധം തുടരും എന്ന് RSSന്റെ ഇന്നത്തെ പ്രതികരണങ്ങളിൽ ഉണ്ടായിരുന്നു, അത് വ്യക്തമാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ കമേഴ്ഷ്യലായി പോലും സിനിമ ഫ്ലോപ്പാകും, ഈ പ്രതീക്ഷ പണം കിട്ടില്ല, വിജയം കിട്ടില്ല എന്നൊരു ബോധ്യം വന്നതിനെ തുടർന്ന് ഇങ്ങനൊരു ചർച്ചയ്ക്ക് അവർ തയ്യാറാവുകയും ഈ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ സമ്മതിക്കുകയും ചെയ്തു. ഇതാണല്ലോ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ. അല്ല മഞ്ജുഷി, അതിന് ഒരിക്കലും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നമ്മുടെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പോലെ കൈവെട്ടാനോ കാലുവെട്ടാനോ തലവെട്ടാനൊന്നും പോയിട്ടില്ലല്ലോ. മറിച്ച് ഇത് തെറ്റാണെന്ന് പറഞ്ഞു അങ്ങനെ പറയാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇവർക്ക് ഒരു സിനിമ എത്രത്തോളം ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പൃഥ്വിരാജിനോ കൂട്ടർക്കോ അവകാശം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ആ സിനിമയിലെ ഇന്ന ഭാഗം തെറ്റാണെന്ന് പറയാനുള്ള അവകാശം മറുപക്ഷത്തിനുണ്ട്. ഇത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. എന്ന് മാത്രമല്ല, ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് ചരിത്രത്തിന്റെ നിഷേധമാണിത്. ചരിത്രത്തെ തെറ്റായിട്ട് വളച്ചൊടിക്കലാണ്.
കൃത്യമായി നറേഷന്റെ ക്രിയേഷനാണ്. ഇത് ഭൂഷണമല്ല. നിങ്ങൾ സിനിമ പിടിക്കുന്നതിന് മാത്രമല്ല പ്രശ്നം, ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ആഖ്യാനം കൊണ്ടുവരികയാണ്. അതായത് ഗുജറാത്ത് കലാപത്തിന് നിങ്ങളൊരു ആഖ്യാനം കൊണ്ടിരുന്നു. ഗുജറാത്ത് കലാപം മാത്രമല്ലല്ലോ, ഇന്ത്യയിലുള്ള മറ്റ് ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ ഇന്ത്യ ഗവൺമെന്റ് കേരളത്തിനെതിരാണെന്നാണ് ആരോപണം. അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? അതായത് ഇവിടെയുള്ള ഇടുക്കി ഡാം പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് ആരാണ് തീരുമാനിച്ചെന്ന് പറയേണ്ടതാണ്, അത് വ്യക്തമാക്കേണ്ടതാണ്. അത് ഇവിടുത്തെ സംവിധായകൻ പറയേണ്ടതാണ്, തിരക്കഥാകൃത്ത് പറയേണ്ടതാണ്. ഈ തരത്തിൽ ഭാഷകൾ ഒരു സിനിമയിൽ ഉപയോഗിക്കാമോ? ഇതൊരു കലയുടെ ഭാഗമാണോ? ഒരു സിനിമയുടെ ഭാഗമാണോ? ഒരു നറേഷനല്ലേ? അതാണ് കൃത്യമായിട്ടുള്ള ആഖ്യാനമാണ്. ഈ തരത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തൃപ്തിയായോ, ഞങ്ങൾ 17 കടലാസ് ഭാഗങ്ങൾ കട്ട് ചെയ്തില്ലേ, ഈ ചോദ്യങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് യാതൊരു പ്രസക്തിയില്ല വാസ്തവത്തിൽ. കാരണം സിനിമയെ സംബന്ധിച്ച് സിനിമ ഒരിക്കലും ജനവിരുദ്ധമാകരുത്. സിനിമ ഒരു എന്റർടൈൻമെന്റ് ആണ്. അത് രാഷ്ട്രീയ സിനിമ ആയിക്കോട്ടെ, ആർക്കാ വിരോധം? കാരണം ഇപ്പം നമ്മളിവിടെ കേരളത്തിൽ എത്രയോ രാഷ്ട്രീയ സിനിമകൾ നമ്മൾ ഇരുകൈകൾ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ലാൽ സലാം സ്വീകരിച്ചിട്ടില്ലേ? രക്തസാക്ഷികൾ സിന്ദാബാദ് സ്വീകരിച്ചിട്ടില്ലേ? ആർക്കും ആക്ഷേപമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അറബിക്കഥകൾ സ്വീകരിച്ചല്ലോ. ആർക്കവിടെ ആക്ഷേപം ഉണ്ടായിരുന്നത്? അതിന് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നയങ്ങൾ ബോധ്യപ്പെടുത്താൻ സിനിമകൾ ഇറക്കാം. അത് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയമാണെങ്കിൽ അതങ്ങനെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തിയാൽ മതി. എന്റെ രാഷ്ട്രീയം ഇതാണ്, എന്റെ രാഷ്ട്രീയത്തില് ഗോദ്രയിൽ തീവണ്ടി ആരും കത്തിച്ചിട്ടില്ല, അത് സ്വയം കത്തിപ്പോയതാണ്, ഞാൻ ഇന്നതിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ. അതിനുശേഷം നമ്മൾ സംസാരിച്ചാൽ പോരെ. അല്ലാതെ കണ്ട് 17 ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് സിനിമ തുടരണമോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഒരു സിനിമയെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനവും ഇവിടത്തെയുള്ള ഹൈന്ദവ പ്രസ്ഥാനങ്ങളോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ എടുത്തിട്ടില്ല. പറഞ്ഞിട്ടില്ല. പക്ഷേ അതുപോലെ ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെയായിരുന്നല്ലോ ശ്രീ എൻ നന്ദകുമാർ. ഈ ബഹിഷ്കരണം നേരിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ടിക്കറ്റ് എടുക്കുക, ക്യാൻസൽ ചെയ്യുക, അതുപോലെ തന്നെ സിനിമയ്ക്കെതിരെ ആക്ഷേപം കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലുതായിട്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് നേരെയുള്ള ഈ വിമർശനങ്ങൾ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ പൃഥ്വിരാജിനെതിരെ IS ബന്ധം പോലുമാണ് പറയുന്നത്. ഇപ്പോൾ ആടുജീവിതം സിനിമയ്ക്ക് വേണ്ടി വിദേശത്ത് പോയപ്പോൾ ജോർദാനിൽ നടത്തിയ കൂടിക്കാഴ്ച, അതിനെക്കുറിച്ച് അന്വേഷിക്കണം, ആരെയൊക്കെ കണ്ടു, അതൊക്കെ കടത്തിപ്പറച്ചിലായില്ലേ? പൃഥ്വിരാജ് ഇവിടെ മലയാള സിനിമയിലുള്ള ആളാണല്ലോ വർഷങ്ങളായിട്ട്. എന്റെ മഞ്ജുഷ, പൃഥ്വിരാജിന് പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഇത്തരത്തിൽ പറയാം. പ്രധാനമന്ത്രിക്കെതിരായിട്ട് ഇത്തരത്തിൽ പറയാം. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ട് പറയാം. പൃഥ്വിരാജിനെതിരായിട്ട് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഒരു വിശുദ്ധ പശുവാണ് പൃഥ്വിരാജ് എന്നുള്ള ധാരണ ഒന്നും എന്നെ സംബന്ധിച്ചില്ല. കാരണം ആളുകൾക്ക് പറയാനുള്ള അവകാശം, ഇതൊരു പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരും പറഞ്ഞിട്ടില്ല. വ്യക്തികൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. അവകാശത്തിന്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. ഓരോ വ്യക്തികൾ ഓരോ തരത്തിലല്ലേ. എല്ലാവരും ഇങ്ങനെ RSSന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിലാണോ വരിക? അങ്ങനെ ആവണമെന്നില്ലല്ലോ. ഇപ്പൊ തന്നെ പറയാലോ, നമ്മളിരിക്കുന്നത്, നമ്മൾ 4-5 പേരുണ്ട്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഉള്ളത്. ഈ അഭിപ്രായങ്ങൾ നമ്മൾ വ്യക്തമാക്കും. അങ്ങനെ അഭിപ്രായം വ്യക്തമാക്കട്ടെ. ശരി ഹസ്കർ, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതാണ് സംഘപരിവാർ അനുകൂലികളും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സിനിമയ്ക്കെതിരെ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ സിനിമയിൽ നിന്ന് ഈ ഭാഗങ്ങൾ ഒഴിവാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അണിയറ പ്രവർത്തകരാണ്. അവർ തീരുമാനിച്ചു, സിനിമയിലെ ഈ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു. അങ്ങനെയല്ലേ ശരിക്കും? മഞ്ജുഷേ, ഇന്നലെയാണ് പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഒരു വിധി വരുന്നത്. കോൺഗ്രസിന്റെ രാജ്യസഭാംഗമായിട്ടുള്ള ഇമ്രാൻ പ്രതാപ് ഖടിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു കവിത സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെ തുടർന്ന് സംഘപരിവാർ കേന്ദ്രീകൃതമായിട്ടുള്ള ഗുജറാത്ത് സർക്കാരെടുത്ത കേസിൽ സുപ്രീം കോടതി വളരെ നിശിതമായി ഗുജറാത്ത് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇന്നലെയാണ് ഒരു വിധി വന്നിട്ടുള്ളത്. ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് എമ്പുരാൻ സിനിമയെ കൂടി കാണേണ്ടത് എന്നുള്ളതാണ് പരമപ്രധാനം. എന്നിരുന്നാലും അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ട് കേട്ടോ. രണ്ടും സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. നിശ്ചയമായും. അതുപോലെ തന്നെ മഞ്ജുഷയിൽ കാണേണ്ടത്, ഈ സംഘപരിവാറുകാരും മലയാള സാഹിത്യം വായിക്കാതിരുന്നത് NS മാധവനെ പോലെ വന്ധ്യവയോധികനായ ഒരു കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവനും സ്വത്തിനും അതുപോലെ അദ്ദേഹത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഭാഗ്യമായി ഇന്ന് കരുതുന്ന ഒരാളാണ്. 2020 പാല് വിരിയുന്ന കാലം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വളരെ നൈർമല്യമുള്ള സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന ഒരു ചെറുകഥയുണ്ട്. അദ്ദേഹത്തിന്റെ പല ചെറുകഥകളും ഒരുപക്ഷെ സംഘപരിവാറിന്റെ ചുട്ടുപൊള്ളുന്ന നെഞ്ചിലേക്ക് ചുട്ടുപൊള്ളുന്ന അമ്പുകളായി തറയ്ക്കുന്ന കഥകളാണ് എന്നിരിക്കെ അതൊന്നും വായിക്കാത്തത് കൊണ്ട് ശ്രീ NS മാധവൻ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
ഒരു കുൽബുർഗി ആവർത്തിക്കാതിരിക്കും കേരളത്തിൽ എന്ന സമാശ്വാസം മാത്രമേ ഉള്ളൂ. ഇവിടെ പൃഥ്വിരാജിനും മോഹൻലാലിനുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഒരുപക്ഷെ ഇപ്പൊ 17 വെട്ടുവെട്ടി 17 ഭാഗങ്ങൾ നീക്കം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവരുടേതായ നിലനിൽപ്പിനു വേണ്ടി അവർ പറഞ്ഞു അവർക്കത് ചെയ്യേണ്ടി വന്ന ഗതികേടിലേക്കാണ് ഇപ്പൊ അവരെത്തിയിരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനമായി നാം ചിന്തിക്കേണ്ടത് കലയ്ക്ക് വേണ്ടിയാണോ ജീവിതത്തിനു വേണ്ടിയാണോ എന്ന് EMS പണ്ട് 70കളിൽ ചോദിക്കുന്നു. EMS ചോദിച്ച ചോദ്യത്തിന് അരനൂറ്റാണ്ട് കഴിയുമ്പോൾ ഇപ്പോഴും പ്രസക്തമാകുന്നു. കലയ്ക്ക് വേണ്ടിയാണോ ജീവിതത്തിനു വേണ്ടിയാണോ എന്ന സംശയം കേരളത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് എല്ലാ പക്ഷത്തോടും ആ ചോദ്യം വരും. ശ്രീ BN ഹസ്കർ, അത് എല്ലാ പക്ഷവും ഏതെങ്കിലും ഒരു സമയത്ത് കലകളെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് തന്നെ കേരള സ്റ്റോറി, കശ്മീർ ഫയൽസ്, ഇതെല്ലാം നിങ്ങളും വിമർശിച്ചിട്ടുള്ളവയാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് അത് വന്ന സമയത്ത് നിങ്ങൾ വിമർശിച്ചു. TP 51 വെട്ട്, ഇതെല്ലാം ഇവിടെ നമ്മൾ കണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത് ബാധകമാണ്. അങ്ങനെയല്ല, ഒരു കലയെ കലയായി തന്നെ കാണാനും കലയായി തന്നെ ഈ പറയുന്ന സിനിമകളെ കണ്ണൂർ അവതരിപ്പിക്കാൻ ഇവർ സമ്മതിച്ചില്ല. അങ്ങനല്ല, കണ്ണൂർ കേരളത്തിലല്ലേ, ഒരു ഇല്ല, അത് നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം കൃത്യമായി സമ്മതിച്ചില്ലല്ലോ സുഹൃത്തെ. അങ്ങേക്ക് ഓർമ്മയുണ്ടോ സപ്തർഹഷ്മിയെ? സംഘപരിവാറിനെതിരെ പണ്ട് ഒരു കഥ പറഞ്ഞതിന്റെ പേരിൽ നാടകം നടത്തിയതിന്റെ പേരിലാണ് സപ്തർഹഷ്മി എന്ന് പറയുന്ന ജനനാട്യ മഞ്ചിന്റെ നേതാവായിരുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ നാടക പ്രവർത്തകനെ തെരുവിലിട്ട് തല്ലിക്കൊന്നത്. അപ്പോ അതെല്ലാം മറന്നുപോകുന്ന നാട്ടിലാണ് നാം ജീവിക്കുന്നത്. ഇപ്പൊ വല്ലാത്തൊരു ഭയത്തിന്റെ മേലകി ഒരുപക്ഷെ കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധ അല്ലെങ്കിൽ ഇന്ത്യയിലെ സംഘപരിവാർ വിരുദ്ധ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അല്ല, കേരളത്തിൽ അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല എന്നാണല്ലോ. അല്ല, ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തമാണ്, അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്നാണല്ലോ ഇടത് സഹയാത്രികരും പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് പ്രതിരോധം തീർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, അഡ്വക്കേറ്റ് BN ഹസ്കർ? അതല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ വരുന്ന കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലും ഇത്തരം ഭയം വിതയ്ക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ കേരളത്തിന്റെ ഇടതു മനസ്സ്, അതിൽ വലതുപക്ഷത്ത് നിൽക്കുന്നതും കോൺഗ്രസ് നിൽക്കുന്നതും ഒരു പരിധിവരെ BJPക്കൊപ്പം നിൽക്കുന്ന ആളുകളിലും ഇടതുപക്ഷ മനസ്സുകളുണ്ട്. ആ ഇടതുപക്ഷ മനസ്സിന് ഏറ്റവും വലിയ ക്ഷതം കൂടിയാണ് എമ്പുരാനെതിരെ നടക്കുന്ന പ്രചരണം. അപ്പോ അത്തരത്തിൽ കേരളത്തിൽ പോലും ഇങ്ങനെ ഭയം വാരി വിതറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തുന്നു. സംഘപരിവാർ രാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചാൽ ആ വിമർശനത്തെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന് തോന്നലുളവാക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു ശൂസേ സരിമാഗു ഇന്ത്യയിലോ കേരളത്തിലോ ജനിക്കാനേ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു കറക്ഷൻ എന്താണ്? അല്ല, അതേ പറഞ്ഞിട്ട് മതി. അല്ല, സഫ്ദർ ഹഷ്മിയെ കൊല്ലുന്നത് മുകേഷ് ശർമ്മ എന്ന് പറയുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അത് ഹല്ലാ ബോൾ എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അത് RSSുമായിട്ട് ബന്ധമൊന്നുമില്ല. അതായത് മുകേഷ് ശർമ്മ എന്ന് പറയുന്ന കോൺഗ്രസ് ബാക്ക്ഡ് ആയ ഒരാളാണ്. ഹസ്കർ സാറിനെ ഒരു ഫാക്ട് ചെക്ക് ചെയ്തേ ഉള്ളൂ. ആരാണെങ്കിലും സഫ്ദർ ഹഷ്മിയെ കൊന്നതല്ലേ തെരുവിലിട്ട്? അതെ, കറക്റ്റ്. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആവിഷ്കാര സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നതിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള പ്രവൃത്തിയല്ലേ? ഞാൻ ഒരു ചോദ്യം കൂടി, അത് മാത്രമല്ല ഖാദർ, ഇത് എല്ലായ്പ്പോഴും സമൂഹത്തിൽ കാണുന്നതാണല്ലോ. ഈ കലാസൃഷ്ടികളെ ഒരു പക്ഷത്തിന് ഇഷ്ടമായില്ലെങ്കിൽ ആ അപ്പോൾ പ്രതിരോധം തീർത്ത് മറുപക്ഷങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും ഒരു പക്ഷത്തിന് ഞാൻ താങ്കളിലേക്ക് വരാം. രാഹുൽ വരാം. ബന്ധപ്പെട്ട പരിപാടി ഉള്ളതുകൊണ്ടാണ്. ഒരു സെക്കൻഡ്. അല്ല, ഇനി രണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ടീമാണ് നമ്മുടെ ശ്രീ എം എഫ് ഹുസൈനെതിരെ കേരളത്തിലെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. അദ്ദേഹത്തിന് ഇടത് ഗവൺമെന്റും MAB പ്രസ്ഥാനം രാജാരിവർമ്മ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്ത തീരുമാനം നമ്മൾ MF ഹുസൈനെ അഡ്രസ് ചെയ്യുന്നത് ശ്രീ MF ഹുസൈനോ MF ഹുസൈൻ ജിന്നോ അല്ലെങ്കിൽ MF ഹുസൈൻ സാറെന്നോ ആയിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിനോടാണ് നമുക്ക് എതിർപ്പ്, പെയിന്ററോടല്ല. ഇനി പൃഥ്വിരാജിനോട് എതിർപ്പുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെ അച്ഛനെ വിളിക്കുക, അമ്മയ്ക്ക് വിളിക്കുക അല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ലാലേട്ടനോട് എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ നോക്കി ആൾക്കാർ വിളിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചില നമ്മുടെ BJP RSS സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട്. അത് അന്യായമാണ്. ലാലേട്ടൻ നമ്മുടെ എന്താ പറയുക, കേരളത്തിന്റെ അഭിമാനമാണ്. അപ്പൊ രാഷ്ട്രീയമായ എതിർപ്പുണ്ടെങ്കിൽ അതിനെ മാന്യതയോടും മര്യാദയോടും തിരിച്ചു പറയാനുള്ള സ്പേസ് ഉണ്ടാകണം. അതോടൊപ്പം എമ്പുരാനിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, BJP വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ആൾക്കാർക്ക് മറുപടി പറഞ്ഞല്ലേ പറ്റൂ. ആ മറുപടി മയമായിട്ടും നയമായിട്ടും പറയണമെന്നുള്ള കാര്യത്തിൽ
സംശയമില്ല. ഇതിൽ പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞ് കണ്ണട ചിരിട്ടാക്കിട്ട് എന്ത് കാര്യമാണ്? അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അല്ലല്ല ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് സിനിമയുടെ രഹസ്യങ്ങളൊന്നും പുറത്തുവിട്ടില്ല. അതങ്ങനെയാണ്, വരില്ല. ഒരു കാര്യവും പുറത്തു വരാതിരിക്കാൻ സൂക്ഷിച്ചിരുന്നു. പ്രിവ്യൂ പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായപ്പോഴെങ്കിലും അണിയറ പ്രവർത്തകർക്ക് അതിന്റെ ഒരു വിശദീകരണം നൽകാമായിരുന്നു. അത് നൽകിയിട്ടുമില്ല. ശ്രീ ഖാദർ, താങ്കളുടെ പ്രതികരണം. അതായത് ഇപ്പോ നേരത്തെ നന്ദകുമാർജി പറഞ്ഞു ഈ ഞങ്ങളുടെ അവകാശമല്ലേ ഈ പ്രതികരിക്കുന്നത്. ശരിയാണ്, നിങ്ങളുടെ അവകാശമായിട്ട് ഞാൻ കാണുന്നത് ശശികലയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണണം. അതായത് അത് ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അതായത് ഭാര്യയും കുന്നനല്ല ഓന്റെ ബാപ്പ വിചാരിച്ചാലും നടക്കില്ല എന്നാ പറയുന്നത്. ഈ ഭാര്യയും കുന്നൻ എന്ന് പറയുന്ന ആരെയെന്ന് അറിയുമല്ലേ? ഈ ഇതിനിടയിലെ ഒരു പ്രൊജക്ട് മിസ് ചെയ്തു പോയൊരു പ്രൊജക്ട് ഉണ്ട്. ആഷിഖ് അബു ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന നമ്മുടെ പൃഥ്വിരാജിന്റെ നായകനാക്കിയിട്ടുള്ള പ്രൊജക്ട്. അപ്പൊ ഈ ഉദ്ദേശിക്കുന്നത് പൃഥ്വിരാജിനെയാ. ഇതാണ് ഇവരുടെ അവകാശം. അതോടൊപ്പം തന്നെ മറ്റേ BJP-യുടെ ഇന്ന് ചർച്ച ചെയ്ത് വളരെ പ്രധാനമായിട്ട് ഗണേഷിന്റെ പോസ്റ്റ്, ആ ഗണേഷിന്റെ പോസ്റ്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ISIS-ഉമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടായോ, ISIS-ൽ നിന്ന് ഇയാൾ പല കാര്യങ്ങളും പഠിച്ചോ, ജോർദാനിൽ കുടുങ്ങിയ സമയം. നിങ്ങൾ ആരാണ് മിസ്റ്റർ? നിങ്ങളൊക്കെ ആരാ? നിങ്ങളുടെയൊക്കെ ഇതെന്താ, ഭാവം എന്താ? നിങ്ങളാണോ ഈ രാജ്യം ഈ രീതിയിൽ കൊണ്ടുവന്നതും ഇങ്ങനെയാക്കി നിങ്ങൾ പറയുന്നത് പോലെ നടക്കണമെന്നൊക്കെ പറയുന്നത്? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് ആരാ നിങ്ങൾ അധികാരം തന്നത്? എന്ത് മോശമായ പരാമർശമാണ്. ലോകത്തെ വലിയ ഭീകര സംഘടനയായിട്ടുള്ള ISIS-ന്റെ ഇതൊക്കെ ആ ജോർദാനിൽ കിടന്നപ്പോ പഠിച്ചോ എന്നുള്ളതാണ് BJP-യുടെ ഒരു നേതാവ് പരസ്യമായിട്ട് പറയുന്നത്. എന്നിട്ടാണ് ഇവര് പറയുന്നത് ഞങ്ങൾ ഈ സിനിമക്കെതിരെ മാന്യമായിട്ടല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ മാന്യത? BJP-യുടെ പ്രമുഖ നേതാവിന്റെ പോസ്റ്റാണ് ഞാൻ ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്ര ഗൗരവമാണ്. ഒരു മനുഷ്യനെ മാനസികമായി വേട്ടയാടുക, അയാളെ ശാരീരികമായി വേട്ടയാടാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ശ്രീജിത്ത് പണിക്കർ ഇവിടെ പറയുന്നുണ്ടല്ലോ ആരെയും ഞങ്ങൾ ഇവിടെ പേടിപ്പിച്ചതായിട്ട്. ഇതൊക്കെ പേടിപ്പിക്കലിന്റെ ഭാഗമാണ് മിസ്റ്റർ ശ്രീജിത്ത്. ഇതൊക്കെ തന്നെയാണ് പേടിപ്പിക്കലിന്റെ ഭാഗം. പുതിയ കാലത്തിന്റെ നിങ്ങളുടെ പുതിയ ഭാവം ഈ പറയുന്നത് പോലെയാണ്. ഇതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് എന്താ, ദേശീയ അന്വേഷണ ഏജൻസികൾ തന്നെ ഇക്കാര്യങ്ങൾ അന്വേഷിക്കണം. ഏത് ജോർദാനിൽ സിനിമയ്ക്ക് പോയ സമയത്ത് ISIS ആരുമായിട്ട് ഈ പറയുന്ന പൃഥ്വിരാജിന് ലിങ്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ദേശീയ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് പറയുന്നതാണ് ഈ പറയുന്ന രീതിയിലുള്ള പരിപാടി. കാരണം ആളുകൾ ഇനി അതൊന്നും ചെയ്തിട്ടില്ല എങ്കിലും അവരെ അങ്ങനെ വരുത്തി തീർക്കുക. നോക്കൂ, പൃഥ്വിരാജ് അമ്പലത്തിൽ പോവുകയും കൃത്യമായിട്ട് മതവിശ്വാസത്തെ നല്ല രീതിയിൽ മുറുകെ പിടിക്കുന്ന പല ചിത്രങ്ങളും പല വീഡിയോകളും ഒക്കെ നമുക്ക് കണ്ടിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ ആരാണ്? ഈ അടുത്ത് BJP-യുടെ തെരഞ്ഞെടുപ്പ് സമയത്ത് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ക്ലിയർ കട്ടായിട്ടുള്ള വീഡിയോ പുറത്തു വന്നിട്ടുള്ള ഒരു സ്ത്രീയല്ലേ? അപ്പോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു അക്ഷരം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം വീണ്ടും പറയാം, ഇവിടെ പലരും ഇരിക്കുന്നുണ്ട്. ഇതേ ശ്രീജിത്ത് പണിക്കരും അതുപോലെ തന്നെ നന്ദകുമാരൊക്കെ അറിയാൻ പറയാണ് 32,000 സ്ത്രീകളെ കേരളത്തിൽ മതം മാറ്റി സിറിയയിലേക്കും അതുപോലെ തന്നെ ISIS-ന്റെ കോണിലേക്കും കൊണ്ടുപോയി എന്ന് ഒരു ചിത്രം പറയുമ്പോൾ ആ ചിത്രത്തിന്റെ ആ പറഞ്ഞ കാര്യം തെറ്റാണ്, കേരളത്തെ കുറിച്ച് ആ പറഞ്ഞത് ശരിയല്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ശരി, ശ്രീ ശ്രീജിത്ത് പണിക്കർ, അപ്പോൾ കേരള സ്റ്റോറിക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എമ്പുരാന് എന്തുകൊണ്ട് ആ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല എന്നാണ്. ശരി ശ്രീജിത്ത്. അല്ല, നോക്കൂ, ഇതില് അദ്ദേഹം വ്യക്തിപരമായി ഒരു സെക്കൻഡ് പറഞ്ഞേക്കട്ടെ. ക്ഷമിക്കണം, സോറി. ഞാൻ ഉദ്ദേശിച്ച ഖാദർ പറഞ്ഞത് BJP നേതാവിന്റെ പേര് ഒന്നുകൂടി പറയാമോ? BJP നേതാവിന്റെ പേര് ഒന്നുകൂടി പറയാമോ? കാര്യമല്ലേ കെ ഗണേഷ് BJP-യുടെ ആരാ? കെ ഗണേഷ് ആരാ BJP-യുടെ? BJP-യുടെ നിങ്ങളുടെ പാർട്ടി നേതാവാണ് അയാള്. യുവമോർച്ചയുടെ പറയൂ. അല്ല, ആരാന്ന് പറയൂ. അയ്യോ, നമ്മള് സാധാരണ ഒരാളെ എടുത്തിട്ട് അയാൾ നേതാവാണെന്ന് പറഞ്ഞിട്ട് ചാർജ് ഷീറ്റ് കൊടുക്കല്ലേ? ഉദ്ദേശിക്കുന്നത് എം ഗണേഷ് പറയാൻ ഉദ്ദേശിച്ചതാണ്. എങ്ങനെ? ഞങ്ങൾ പാർട്ടി മെമ്പർമാരെ കുറിച്ചല്ലല്ലോ, നിങ്ങൾ പാർട്ടി നേതാക്കന്മാരെന്ന് പറഞ്ഞിട്ടല്ലേ പറയുക. നമ്മൾ ആരെങ്കിലും ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ? അത് നേരത്തെ ഹസ്കർ പറഞ്ഞ അല്ല, ഹസ്കർ പറഞ്ഞ പോലെയാണ്. ഹസ്കർ പറഞ്ഞ പോലെ തന്നെയാണ്. ഹസ്കർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഒരു കോൺഗ്രസ് നേതാവിന്റെ പേര് പറഞ്ഞിട്ട് അത് RSS ആണെന്ന് പറയുന്നത് മോശമല്ലേ? പറയരുത്. കുറച്ചൊരു നിങ്ങൾ എം ഗണേഷ് ടാർഗറ്റ് ചെയ്തതിനെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കെ ഗണേഷ് എന്ന് പറയുന്ന ആള് BJP-യിൽ ആരാണ്? യുവമോർച്ചയുടെ ആരാണ് BJP-യില്?
യുവമോർച്ചയുടെ നേതാവല്ലേ? നിങ്ങൾ എം ഗണേഷിനെ ഉദ്ദേശിച്ചാണ് സംസാരിക്കുന്നത്. അല്ല, കെ ഗണേശാണ്. കെ ഗണേശ് തന്നെയാണ്. കെ അതെ, ഗണേശിന്റെ നിങ്ങൾ പോസ്റ്റർ ആണ് യുവമോർച്ചയുടെ ഞാൻ ഏത് കാണിച്ചത്. ഭാരവാഹിയാണ്? സ്റ്റേറ്റ് അല്ല, ജനറൽ നിങ്ങളുടെ സെക്രട്ടറി. ആരും അല്ല അവർ. നിങ്ങൾ ഈ പറയുന്ന കെ ഗണേശൻ അപ്രധാനപ്പെട്ട നിങ്ങളുടെ ആരും അല്ല. ആളുകളുടെ പോസ്റ്റുകൾ എടുത്ത് കാണിച്ച് എന്ത് അല്ല, കെ ഗണേശൻ നിങ്ങളുടെ എന്തിന് നമ്മൾ അനാവശ്യമായിട്ട് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നു സഹോദരാ? ബിജെപിയിലെ അംഗമേ അല്ല കെ ഗണേശ് എന്ന് പറയുന്ന ആള്. അല്ല, നിങ്ങള് സാധാരണ പ്രവർത്തകരുടെ പോസ്റ്റ് എടുത്തിട്ട് ഞാൻ വേറൊന്ന് പറയാലോ, നിങ്ങളാണല്ലോ പീസ് ഇന്റർനാഷണൽ സ്കൂള് മതപരിവർത്തനം നടത്തുന്ന കുട്ടികളുടെ ചരിത്രം പഠിപ്പിച്ചത്. അതിനെന്താ ഖാദർ എന്താ പറയാനുള്ളത്? നിങ്ങൾ പഠിപ്പിച്ചാന്ന് ഞാൻ പറഞ്ഞാലോ? മതപരിവർത്തനം നടത്തുന്ന 2ാം ക്ലാസ്സിലെ കുട്ടിയുടെ ഞാൻ പറഞ്ഞാലോ? അല്ല, കെ ഗണേശന് ബി ജെ പി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങള് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാവ് അല്ല കെ ഗണേശ്. മിസ്റ്റർ നന്ദകുമാർ, നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അയാളെ വിളിച്ചു പറയാതെ ബി ജെ പിയുടെ അല്ലെങ്കിൽ RSSന്റെ തീരുമാനം എങ്ങനെയാണ്? അതൊക്കെ ഖാദറിനെ പോലൊരു പണിയാണ്. അത് ഖാദറിനെ പോലൊരു പണിയാണ്, എന്റെ പണിയല്ല. അല്ല, നിങ്ങളുടെ പണിയാണത്. ഒരു സെക്കൻഡ്, നിങ്ങളുടെ തർക്കം തീർക്കുക. ഒരു സെക്കൻഡ്, നന്ദകുമാർ, ഇക്കാര്യത്തിൽ അല്ലല്ലേ, എ ജയകുമാറിന്റെ പോസ്റ്റിൽ തന്നെ പൃഥ്വിരാജിനെതിരെയുള്ള കാര്യങ്ങളുണ്ട്. അതിൽ ഈ മൊത്തത്തിലുള്ള ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് തന്നെ ഇടത് ജിഹാദി ഗൂഢാലോചന എന്നാണ്. അവിടെയും പൃഥ്വിരാജിനെതിരെയുള്ള കാര്യങ്ങളുണ്ട്. ഓർഗനൈസറിൽ വന്ന ലേഖനത്തിലും പൃഥ്വിരാജ് മുൻപ് തന്നെ ഇങ്ങനെ ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മുൻ സിനിമകളുടെ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിദേശയാത്രകളെ കുറിച്ച് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഗണേശിന്റെ കാര്യം മാത്രം പറയണ്ട. ഗണേശ് യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ ഉണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് അല്ലെ, മഞ്ജുഷ് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെല്ലാം ജയകുമാറിന്റെ നമ്മൾ അംഗീകരിക്കുന്ന പോസ്റ്റുകളാണ്. ചർച്ചകൾക്ക് ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആളുകൾ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം പഠിച്ചു വരൂ നന്ദകുമാർജി. നിങ്ങളുടെ ആളുകൾ എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് പീസ് ഇന്റർനാഷണൽ പഠിപ്പിക്കുന്ന പോലെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിക്കുന്ന പോലെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതെ, അത് നിങ്ങളുടെ സ്ഥാപനമാണ്. നിങ്ങൾ പോയി എന്റെ അഭിപ്രായം നിങ്ങളുടെ സ്ഥാപനം ഖാദറിനെ പോലുള്ള ആളുകൾ പഠിപ്പിക്കുന്ന ഖാദറിനെ പോലെയുള്ള ആളുകൾ പഠിപ്പിക്കുന്ന സ്ഥാപനം തന്നെയാണ് പീസ് ഇന്റർനാഷണൽ. നന്ദകുമാർജി, നിങ്ങൾ ഇങ്ങനെ കാര്യമില്ലാതെ സംസാരിക്കരുത്. നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം. ബിജെപിയുടെ മെമ്പർ ആയിട്ടുള്ള നിലവിൽ നിങ്ങളുടെ ബിജെപിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള കെ ഗണേശിന്റെ പോസ്റ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയുമ്പോ നിങ്ങൾ എന്തിനാ ആട് കയറി മെമ്പർ എന്നുള്ള വാക്കിനോട് ഞാൻ വിയോജിക്കുന്നില്ല. എന്ത് ബിജെപിയുടെ മെമ്പർഷിപ്പ് എടുക്കേണ്ടതില്ല? ഞാൻ ആരോപണം ഞാൻ തെറ്റെന്ന് പറയുന്നില്ല. ഒരാൾ BJP പറയാ, ഒരാള് കോൺഗ്രസ്സുകാരന് കയറി RSS എന്ന് പറയാ. ഈ തരാണ് ചർച്ച. മഞ്ജുഷ അവരത് ക്ലിയർ ചെയ്യട്ടെ. നന്ദകുമാർജി ക്ലിയർ ചെയ്യട്ടെ. കെ ഗണേശ് എന്ന് പറയുന്ന ആള് ബിജെപിയുടെ മെമ്പർ അല്ലേ? യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ചെറിയ പോസ്റ്റ് ആണോ? ബിജെപിയുടെ മെമ്പർ പറയുന്ന ചെറിയ പോസ്റ്റാണ്. ബിജെപിയുടെ ഭാരവാഹി എന്ന് പറയുന്ന പോസ്റ്റുകളെ സംബന്ധിച്ചാണ് പറയുന്നത്. ബിജെപിയുടെ നേതാവ് അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ചില്ല. ജയകുമാറിന്റെ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അല്ല, ഖാദർ, ഇതിനകത്ത് ജയകുമാറിന്റെ പോസ്റ്റ് കൃത്യമായിട്ടുണ്ട്. അതിൽ RSSന്റെ നിലപാട് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ അതും ഈ ഗണേശ് പറഞ്ഞ കാര്യങ്ങളുമൊക്കെ ഒന്ന് തന്നെയാണ്. അതിൽ അല്ലല്ല, ഒരു സെക്കൻഡ് ഖാദർ, ഇതിനകത്ത് ഗണേശിനെ കോട്ട് ചെയ്യേണ്ട, അതിനേക്കാൾ ശക്തമായിട്ട് തന്നെ RSS പറഞ്ഞിട്ടുണ്ട്. അത് ഇദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓർഗനൈസറിൽ വന്നിട്ടുള്ള ഇന്നത്തെ ലേഖനത്തിൽ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞാൽ അതവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞ ഗണേശിന്റെ പരാമർശത്തിലെ ഗൗരവമാണ് ISIS-ലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എത്ര ഗൗരവമായിട്ടുള്ള കാര്യം. നിങ്ങൾ തന്നെ ശ്രീജിത്ത് പണിക്കർ ഇവിടെ ഇല്ലേ? ആ പരാമർശത്തോട് യോജിക്കുന്നുണ്ട് ശ്രീജിത്ത് പണിക്കർ? ശരി, ISIS എന്ന് പറഞ്ഞ പരാമർശത്തോട് താങ്കൾ യോജിക്കുന്നുണ്ട്? ശരി, വിയോജിപ്പുകൾ ഉണ്ടാകാം. ശരി, പരാമർശത്തോട് യോജിക്കുന്നുണ്ട്. പൃഥ്വിരാജിനെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണല്ലോ നടക്കുന്നത്. മഞ്ജുഷ്, ഈ ചർച്ചയിൽ ഇതിനോടകം 2 ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. 2 ചോദ്യത്തിന് ഞാൻ പറഞ്ഞു വരുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരിലേക്ക് പോവുകയും അനുവദിക്കുകയും ചെയ്തിട്ടില്ല. നോക്കൂ, ഇവിടെ ശ്രീ ഖാദർ ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ആദ്യം മുതൽ പറയാം. ഒന്ന്, അദ്ദേഹം വ്യക്തിപരമായിട്ട് പറഞ്ഞത് ഇത് ഭയപ്പെടുത്തലാണ് അല്ലെങ്കിൽ പേടിപ്പെടുത്തലാണ് എന്ന രീതിയിലത്തേക്കാണ് ശ്രീജിത്ത് അല്ലെങ്കിൽ മിസ്റ്റർ ശ്രീജിത്ത് എന്നാണ് ശ്രീ ഖാദർ പറയുന്നത്. നോക്കൂ, ഇത് പേടിപ്പിക്കലാണ് എങ്കിൽ അത് പറയാൻ ഖാദറിന്റെ നാക്ക് പൃഥ്വിരാജിന് ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല.
ഖാദറിനെ കൊണ്ടല്ലോ ഈ സിനിമ സംവിധാനം ചെയ്യിപ്പിച്ചത്. ഇതിന്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് മുരളി ഗോപിയും പൃഥ്വിരാജും ചേർന്നിട്ടല്ലേ? അല്ലെങ്കിൽ അതിൽ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയിരിക്കുന്നത് അവരല്ലേ? അല്ലാതെ ഖാദറിനെ അല്ലല്ലോ ആ വിഷയത്തിന് വേണ്ടിയിട്ട് വിളിപ്പിച്ചത്. എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ രാഷ്ട്രീയം പറയുന്നതിന്, നിർഭയം പറയുന്നതിന് അവർക്ക് ഖാദറിന്റെ പിന്തുണ ആവശ്യമില്ല. അപ്പൊ ഇങ്ങനെ ബാക്ക്ലാഷ് ഉണ്ടാകാം എന്ന് ഒരുപക്ഷെ അവർക്ക് ഉറപ്പുള്ള ഒരു വിഷയത്തിലാണ് അവർ സിനിമ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആൺകുട്ടി എന്ന രീതിയിലത്തേക്ക് ആ പ്രമേയം, ആ രാഷ്ട്രീയ പ്രമേയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ ഇതുവരെ അഭിപ്രായം പ്രകടിപ്പിച്ചത്. അതുകൊണ്ട് അവരെന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഭീഷണി കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു എഡിറ്റിന് പോയിരിക്കുന്നത് എന്ന് ശ്രീ ഖാദർ പറഞ്ഞാൽ പൃഥ്വിരാജ് അത്രത്തോളം ഭീരുവാണോ എന്നുള്ള എന്റെ ആദ്യത്തെ ചോദ്യമാണ് ഞാൻ വീണ്ടും ചോദിക്കേണ്ടി വരുന്നത്. അപ്പോ ഇതിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഗുജറാത്ത് കലാപം പോലെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു പ്രമേയം എടുത്ത് സിനിമ നിർമ്മിക്കാൻ തയ്യാറായിട്ടുള്ള ഭയരഹിതനായിട്ടുള്ള പൃഥ്വിരാജിന് അത് നിർഭയം അതിനോട് വഴങ്ങാതിരിക്കാം. അദ്ദേഹത്തിന് അങ്ങനെ ഭീഷണി ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പരസ്യമായിട്ട് പറയാൻ എന്താ അദ്ദേഹത്തിന് പേടിയാണോ? ശ്രീ ഖാദർ അങ്ങനെ കരുതുന്നുണ്ടോ? പൃഥ്വിരാജിന് പേടിയായതുകൊണ്ട് അദ്ദേഹം ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല, പക്ഷെ ഖാദർ അങ്ങ് അസ്യൂം ചെയ്യുകയാണ് അദ്ദേഹത്തിനെ ഭയപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു ഭാഗത്ത് പൃഥ്വിരാജ് വളരെ ശക്തിയുക്തനായിട്ടുള്ള, നിർഭയം സംസാരിക്കുന്ന, അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പറയുന്ന വ്യക്തിയാവുകയും എന്നാൽ അദ്ദേഹത്തിന് മേൽ ഭീഷണിയുണ്ട് എന്ന് അദ്ദേഹം പോലും പറയാതെ ശ്രീ ഖാദർ അദ്ദേഹത്തിന് വേണ്ടി അസ്യൂം ചെയ്യുകയും ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാനിവിടെ മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. നമ്മളിപ്പോ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ സിനിമയെ സിനിമയായിട്ട് കാണണം, നിങ്ങൾക്ക് രാഷ്ട്രീയം സിനിമയിൽ പറഞ്ഞുകൂടെ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ജസ്റ്റിഫൈഡ് ആണ്, അതൊക്കെ ശരി തന്നെയാണ്. അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞു, ഇപ്പൊ 32,000 ആൾക്കാരെ പരിവർത്തനം ചെയ്തിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ശ്രീജിത്ത് അതിനെപ്പറ്റി വിയോജിച്ചിട്ടുണ്ടോ എന്ന് നോക്കൂ. ആ വിഷയത്തിൽ ഒരുപക്ഷെ എന്റെ ചർച്ചകൾ താങ്കൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഈ വിഷയത്തിൽ, കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്കിരുന്ന സമയത്ത് ഇതേ ചോദ്യമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞത് 32,000 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിലല്ല ആ സിനിമ നിൽക്കുന്നത്. അത് ഫാക്ച്വലി തെറ്റാണെങ്കിൽ അത് തെറ്റാണ്. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് അത് ശരിയാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിനിമാക്കാരങ്ങനെ ചെയ്തില്ല എന്നർത്ഥമുണ്ടോ? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് അന്നും ആ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ ശ്രീ PT തോമസ് MLA ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി കേരളത്തിൽ നിന്നുള്ള IS-ലേക്ക് പോയിരിക്കുന്ന ആൾക്കാരുടെ ചരിത്രം വായിച്ചിരുന്നപ്പോൾ ഈ പറയുന്ന സോണിയ സെബാസ്റ്റ്യന്റെയും ഈ പറയുന്ന ബെക്സനോ എന്തൊക്കെയുള്ള ആൾക്കാരുടെയും ചരിത്രം മുഴുവൻ വായിച്ചിരുന്നു. അത് ഞാൻ ആ ചർച്ചയിൽ വായിച്ചിരുന്നു. അത് തന്നെയാണ് കേരള സ്റ്റോറി എന്ന സിനിമയുടെ പ്രമേയം. ശ്രീ ഖാദർ മനസ്സിലാക്കേണ്ടതാണ്. മുഖ്യമന്ത്രി നമ്മുടെ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന സഭാരേഖകളിലുള്ള ഞാനൊരു ചർച്ചയിൽ വായിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ സഭയിലെ മറുപടി, PT തോമസിന് കൊടുത്തിരിക്കുന്ന മറുപടി, അതാണ് ആ സിനിമയുടെ പ്രമേയം. എന്റെ പോയിന്റ് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ 32,000 എന്നുള്ളതല്ല. ഞാൻ ചോദിക്കട്ടെ, ഇനി ആ സിനിമയുടെ പ്രമേയം ഈ 32,000 എന്നുള്ളതിന് താങ്കളും പറയുന്നു, ഞാനും പറയുന്നു ആ നമ്പർ ഫാക്ച്വൽ അല്ല, തെറ്റാണ് എന്ന്. ആ സിനിമയുടെ പ്രമേയം തെറ്റാണോ? ആ സിനിമയുടെ പ്രമേയം എടുക്കാൻ അവകാശമുണ്ടോ? അപ്പോൾ അത് പ്രൊപ്പഗണ്ട സിനിമയായി മാറുമോ? ഇത്ര മാത്രമേ ഉള്ളൂ. ആ ചോദ്യത്തിന് താങ്കളും പറയണം. അത് സത്യസന്ധമായിട്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, സഭാരേഖകളിലുള്ളതാണ്. പിന്നീട് മുഖ്യമന്ത്രി അതിനെ തള്ളി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ അദ്ദേഹം തിരുത്തുകയാണ്, യൂട്ടേൺ അടിക്കുകയാണ്, നുണ പറയുകയാണ് എന്ന് പറയണം. അപ്പൊ ഇവിടെ നമ്മളാരും ഇങ്ങനെ ഭീഷണിയാണെന്ന് അസ്യൂം ചെയ്യേണ്ടതില്ല. ഞാൻ മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു സിനിമ ഇപ്പൊ പലരും പല തുക ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. എത്രയാണ് ഇതിന്റെ മുതൽ മുടക്ക് എന്നതിനെ പറ്റി കൃത്യമായ കണക്കില്ല. 150 കോടിയാണെന്നും 220 കോടിയാണെന്നും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അത് എത്രയും ആയിക്കോട്ടെ. സപ്പോസ് ഒരു ഹൈ ബജറ്റ് ഫിലിമാണ് എന്ന് മാത്രം നമുക്കറിയാമല്ലോ. എങ്കിൽ ഇന്നത്തെ കണക്ക് പല നിർമ്മാതാക്കളും ഒക്കെ പറയുന്നത് അനുസരിച്ച് തന്നെ, നമ്മൾ കേൾക്കുന്നതനുസരിച്ച് ഒരു സിനിമ ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ അതിന്റെ ഗ്രോസ് കളക്ഷൻ എത്ര പോകണം? ഞാൻ മനസ്സിലാക്കുന്നത് ചുരുങ്ങിയത് 3 ടൈംസ് എങ്കിലും പോകണം. ഇപ്പൊ 200 കോടി രൂപ ഇതിന് മുതൽ മുടക്കുണ്ടെങ്കിൽ ആ സിനിമ ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ, പ്രൊഡ്യൂസർക്ക് കാശ് തിരിച്ചു കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 600 കോടിയെങ്കിലും കളക്ട് ചെയ്യണമെന്നാണ് എന്റെ അറിവ്. ഇനി അത് തെറ്റാണെങ്കിൽ ആൾക്കാർക്ക് തിരുത്താം. ഇനി പോട്ടെ, 400 കോടിയെങ്കിലും വേണം. കേരളത്തിൽ നിന്ന് വരെ ഒരു പണം ആ രീതിയിലേക്ക് കളക്ട് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സിനിമ സെല്ല് ചെയ്യണമെങ്കിൽ, അതിന്റെ ബിസിനസ് നടക്കണമെങ്കിൽ, OTT ഉൾപ്പെടെയുള്ള നോർത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ബിസിനസ് ഇതിന് നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രമേയം ഒരു വൈഡ് ഓഡിയൻസിന് അപ്പീലിംഗ് ആണെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഒരുപക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്ന തീവ്രമായിട്ടുള്ള രാഷ്ട്രീയം ഈ സിനിമയുടെ ഭാവിയെ അല്ലെങ്കിൽ ഇതിന്റെ സാധ്യതകളെ പരിമിതപ്പെടുത്തുന്നുണ്ട് എന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ ബാക്ക്ലാഷിന്റെ പേരിൽ ഈ സിനിമയിൽ പണം മുടക്കിയിരിക്കുന്ന, ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാകാം. ലോജിക്കലായിട്ടുള്ള പൊസിഷനാണല്ലോ ഒന്ന്. 2, ഇനി രണ്ടാമത്തെ കാര്യം, ഒരു സിനിമ നിർമ്മിക്കുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷ രാഷ്ട്രീയം അതിൽ നിന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിനെ ഞാൻ ഇവിടെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നു എന്ന് പൃഥ്വിരാജ് പറഞ്ഞു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പറയും സിനിമയെ സിനിമയായിട്ട് കാണണമെന്ന്. ഞാൻ പറയുന്നത് ഒരു പക്ഷേ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലത്തേക്ക് ആൾക്കാരെ ആ സിനിമ ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സോഷ്യൽ ഡിവൈഡ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരുടെ ഉദ്ദേശമെങ്കിൽ അവർക്കത് തിരുത്താനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇപ്പൊ ഇതിൽ പ്രശ്നം നമ്മൾ പറയേണ്ടത് എവിടെയാണ്? സെൻസർ ബോർഡ് ഈ സിനിമയ്ക്ക് അനുമതി കൊടുക്കാതെ ഇരുന്നു.
എങ്കിൽ നമുക്ക് അതിനകത്തൊരു പ്രശ്നം പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. സെൻസർ ബോർഡ് ആ സിനിമയ്ക്ക് പെർമിഷൻ കൊടുക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന BJP-യുടെ അധ്യക്ഷൻ പറയുന്നു അതിനകത്തിൽ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഈ സാധനം വരുന്നു. ഇതിലേക്ക് നമ്മൾ കാര്യമായിട്ട് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് BJP-യുടെ പല നേതാക്കന്മാരും പറയുന്നു. ഇപ്പോ ആരുടെയാണ് കെ ഗണേഷോ അങ്ങനെ ഏതോ പിന്നെ അപ്രസക്തനായിട്ടുള്ള നേതാവിന്റെ ഒക്കെ കാര്യം പറയുന്ന പ്രസക്തനായിക്കോട്ടെ, ഇനി അദ്ദേഹം BJP-യുടെ ഏറ്റവും വലിയ ആളായിക്കോട്ടെ, എങ്കിൽ പോലും ഇവിടെ MT രമേശിനെ പോലെയുള്ള ആൾക്കാരുമില്ലേ? MT രമേശനാണോ സോഷ്യൽ സ്റ്റാറ്റസ് കൂടുതൽ, പൊളിറ്റിക്കൽ സ്റ്റാറ്റസ് കൂടുതൽ എന്നുള്ളത് ശ്രീ ഖാദറിനും എനിക്കും ആ കാര്യത്തിൽ തർക്കമുണ്ടാവില്ലല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താണ്, ഒരു സിനിമയിലൂടെ രാഷ്ട്രീയം പറയുന്നതിനുള്ള അവകാശം എല്ലാ ആൾക്കാർക്കും ഉണ്ടാകണം എന്നാണ്. അപ്പോൾ പരസ്യമായിട്ട് ആ രീതിയിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്ന, എന്നാൽ ആ പ്രമേയം നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണെങ്കിൽ പ്രതികരിക്കാൻ അവകാശമുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇനി അങ്ങനെയുള്ള ആൾക്കാരെ വെറുപ്പിക്കേണ്ടതില്ല. അങ്ങനെ ഒരു വിദ്വേഷത്തിലൂടെ സോഷ്യൽ ഡിവൈഡ് ഉണ്ടാക്കുന്നതിനല്ല ഞങ്ങളുടെ ഉദ്ദേശം എന്ന രീതിയിലേക്കുള്ള ഒരു ആഫ്റ്റർ തോട്ട് ഈ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ബാക്ക്ലാഷ് ഉണ്ടെങ്കിൽ എവിടെയാണ് ഭീഷണി? ശരിയാണ്, അത് ഭീഷണി എന്ന് പറയാൻ കഴിയില്ലല്ലോ അഡ്വക്കേറ്റ് ബി എൻ പറയണം. ഒരു വിഭാഗത്തെ ഹേർട്ട് ചെയ്തുകൊണ്ട് ഈ സിനിമ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലാക്കി സ്വയം ഒരു തിരുത്തൽ വരുത്തി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കാം. മഞ്ജുഷ്, ഒരു പോയിന്റ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വ്യക്തമായിട്ട് പറയാം. ഭീഷണി ഉണ്ട് എന്ന് ഖാദർ പറഞ്ഞാൽ പറ്റില്ല, ഭീഷണി ഉണ്ട് എന്ന് പൃഥ്വിരാജ് പറഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. അല്ല മഞ്ജുഷ്, ഇതില് നന്ദകുമാറായിട്ടൊരു തെറ്റിദ്ധാരണ വരുന്നു. ഞാന് ഒന്നാമതായി സപ്തരശ്മി കൊലപാതകം ചെയ്യപ്പെട്ടത് അതൊരു ഫാസിസ്റ്റ് നീക്കമാണെന്നുള്ളതാണ്. ഏതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ നടത്തുന്ന കടന്നാക്രമണങ്ങളെ ഫാസിസ്റ്റ് നീക്കമായി തന്നെയാണ് കരുതുന്നത്. അത് കോൺഗ്രസ് എന്നോ സംഘപരിവാർ എന്നോ വ്യത്യാസമില്ല എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ 15 കൊല്ലമായി ഇന്ത്യയിലൊട്ടാകെ ഇടതുപക്ഷം കൂടി ചേർക്കേണ്ടി വരും. അങ്ങനല്ല, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്ക് പറയാൻ കഴിയുന്നത് ഇപ്പൊ ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ TP 52 വെട്ട് എന്ന് പറയുന്ന സിനിമയെ സംബന്ധിച്ചും ഒക്കെ തന്നെ സിനിമയുടെ ഘട്ടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നുണ്ടാവും. പക്ഷേ ആ സിനിമയെ ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യുന്നതിനോ ആ സിനിമയെ ഇല്ലാതാക്കുന്നതിനോ വേണ്ടിയിട്ട് ഒരു ശ്രമം, അതൊരു കലാമൂല്യമുള്ള സിനിമകളാണെങ്കിൽ നിശ്ചയമായും ജനങ്ങൾ ഏറ്റെടുക്കും. എമ്പുരാൻ പോലുള്ള ഒരു സാധാരണ കലാമൂല്യമുള്ള സിനിമ, ജനങ്ങളെ എല്ലാ അർത്ഥത്തിലും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ് എമ്പുരാൻ. അതിലെ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്, ഞാൻ ഇപ്പൊ ഒരു പക്ഷേ അതിലെ ചില നേതാക്കന്മാരെ സാമ്യം തോന്നുന്ന തരത്തിൽ കേരളത്തിൽ ജീവിച്ചിരുന്നവരോ മൺമറഞ്ഞു പോയിട്ടുള്ളവരോ ആയിട്ടുള്ള ചില നേതാക്കന്മാരുടെയൊക്കെ രൂപവും ഭാവവും അതല്ലെങ്കിൽ അവരുടെ ജസ്റ്ററുകളും ഒക്കെ തന്നെ ഒരുപക്ഷെ ചില നേതാക്കന്മാരെയൊക്കെ നമുക്ക് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആ സിനിമയിലുണ്ട്. അതുകൊണ്ട് അവർ പറയുകയാണ്, ഞാൻ ഉദാഹരണത്തിന് കോടിയ കട്ടവന്റെ തലയിൽ പപ്പും പൂടയും പറ്റിയിരിക്കുന്നു എന്ന അവസ്ഥയിലാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും സംഘപരിവാർ പ്രവർത്തകരെന്നുള്ളതാണ് വസ്തുത. കാരണം ഗോദ്ര കലാപത്തെ സംബന്ധിച്ച്, ഗോദ്ര കലാപം തുടങ്ങിയതിനു ശേഷം അത് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി രാകേഷ് സക്സേന എന്ന് പറയുന്ന അന്നത്തെ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന രാകേഷ് സക്സേനയുടെ നേതൃത്വത്തിൽ വളരെ തീവ്രമായ പ്രവർത്തനം നടത്തിയിരുന്നു എന്ന് RB ശ്രീകുമാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായി അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന, പോലീസ് മേധാവിയായിരുന്ന RB ശ്രീകുമാറിന്റെ വെളിപ്പെടുത്തലുകളിൽ തന്നെ രാകേഷ് സക്സേനയുടെ പേര് പറയുന്നു. ഗോദ്ര കലാപത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗോദ്ര കലാപത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെ എന്നുള്ളത് സംശയം ജനിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നാം ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പോ ഒരു കലാപ്രവർത്തനം, ഒരു കലാസൃഷ്ടിയുടെ പേരിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളും ഇടപെടലുകളുമാണ് നടന്നത്. ഇവിടെ പൃഥ്വിരാജിന് തന്റെ ഇടമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. പൃഥ്വിരാജ് ഇന്ത്യയിൽ ജീവിക്കുക എന്ന് പറയുന്നത് അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ശരി, നന്ദകുമാർ, പൃഥ്വിരാജിനെ പോലെയുള്ള ധൈര്യശാലിക്ക് പോലും പറ്റുന്നില്ല. കാരണം അവിടെ കൂടെയുള്ളവരിൽ നിന്ന് പോലും സമ്മർദ്ദമുണ്ടാകുന്നു, അതുകൊണ്ട് ഇങ്ങനെ വഴങ്ങേണ്ടി വരുന്നു. അല്ല, അതിന് ഹസ്കറിനെ പോലെ ധൈര്യശാലിക്ക് പോലും ഇടതുപക്ഷത്ത് പ്രവർത്തിക്കാൻ പ്രശ്നം ഉണ്ടാവാം. കാരണം TP ചന്ദ്രശേഖരന്റെ അനുഭവമൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഏറ്റവും വലിയ ഫാസിസ്റ്റ് പ്രസ്ഥാനം ലോകത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമില്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കാരണം നമ്മളിപ്പോൾ EMSന്റെ കഥ അദ്ദേഹം നേരത്തെ പറഞ്ഞു. EMSന്റെ കഥ എടുത്തു നോക്കൂ. കേരളത്തിലെ ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള മനുഷ്യരാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. ഞാൻ ചരിത്രത്തിന്റെ പിൻബലത്തോടെ സംസാരിക്കുന്നത്. 1957 മന്ത്രിസഭയുടെ കാലത്ത് മക്രോണി കഴിപ്പിച്ചതാണ് നിങ്ങൾ ജനങ്ങളെ കൊണ്ട്. 1967 ഇവരുടെ മന്ത്രിസഭയുടെ കാലത്ത് പോലീസ് സ്റ്റേഷനിൽ കൂടിയാണ് ചോളപ്പൊടി കൊടുപ്പിച്ചത്. EMS ജയിപ്പിച്ചതാണ്. ഈ തരം ഫാസിസ്റ്റ് നടപടികൾ ചെയ്തത് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഹസ്കർ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്.
ഈ ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന ഒരു സ്ഥലത്തും ഭാരതീയ ജനതാ പാർട്ടിയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടില്ല. ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ് അത് പറയുന്നത്. ഇന്ത്യയിൽ അന്ന് ബംഗാൾ വിഭജനത്തെ തുടർന്ന് ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഇന്ത്യയിൽ ഉണ്ടായ ക്ഷാമത്തെ കുറിച്ചും അരിയും ഗോതമ്പും പോലുള്ള സാധനത്തിന്റെ ദൗർലഭ്യത്തെ കുറിച്ചും അങ്ങേക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് അങ്ങ് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങ് അത് കണ്ടിട്ടും അങ്ങ് പറയാനുള്ള ധൈര്യം കാണിക്കാത്തത് കൊണ്ടാ. കാരണം EMSന്റെ കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യന് അല്ല സുഹൃത്ത്, ഞാനൊന്ന് പറയട്ടെ, അങ്ങയുടെ ഓളപ്പടിയും എത്തിച്ചു നൽകിയ തെറ്റാണെന്നാണോ അങ്ങ് പറയുന്നത്? ലഭിക്കാത്തത് അരി ലഭിക്കാതിരുന്ന കാലഘട്ടമാണ് അന്ന്. ഞാൻ 67-ലാണ് ഹസ്കറെ. അത് തന്നെ ചോളപ്പൊടി എത്തിയ 67-ലാണ്. നിങ്ങൾ കേരളത്തിലുള്ള എല്ലാ അന്ന് ഇന്ത്യയിൽ ഞാൻ ഭക്ഷ്യക്ഷാമത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ഇന്ത്യയിൽ കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട മുഖ്യമന്ത്രിയുടെ പേരാണ് EMS. ആ പേരിട്ടാണ് അങ്ങ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നേതാവായിരിക്കുന്ന മാവോ സേതുങ് 4.5 കോടി ജനങ്ങളെയാണ് പട്ടിണിക്കിട്ട് കൊന്നത്. 4.5 കോടി ജനങ്ങളെയാണ് ചൈനയിൽ പട്ടിണിക്കിട്ട് കൊന്നത്. 1958 തുടങ്ങിയിട്ട് 61 വരെ. ആ ചരിത്രം ഹസ്കർ ആദ്യം പഠിച്ചു നോക്കൂ. അങ്ങ് ചരിത്രം അറിയാതെ എന്തൊക്കെയോ പുലഭ്യം പറയുന്നു എന്നുള്ള സങ്കടം. അങ്ങ് ചരിത്രം വായിക്കാതിന് എന്നെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങ് ചരിത്രം വായിക്കണം. അങ്ങേപ്പോലൊരു മുതിർന്ന മനുഷ്യൻ ഇങ്ങനെ തെറ്റിദ്ധാരണാജനകമായി ചരിത്രബോധമില്ലാതെ സംസാരിക്കരുത്. 4.5 കോടി ജനങ്ങളെ മാവോ സേതുങ് പട്ടിണി കിട്ടു കൊന്നു എന്നൊക്കെ ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഒരു വരി തെറ്റുണ്ടെങ്കിൽ ചൈനയിലെ 4.5 കോടി ജനങ്ങളെ മാവോ സേതുങ് കൊന്നതിന്റെ കഥയടക്കം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരായിട്ട് നിയമപരമായിട്ട് നടപടിയെടുക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട വക്കീലിനോട് ഞാൻ ആവശ്യപ്പെടും. ഞാൻ ചരിത്രത്തിന്റെ പിൻബലത്തിലാണ് സംസാരിക്കുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിഷയം മാറിപ്പോവുകയാണ്. താങ്കൾ ഈ വിഷയത്തിലേക്ക് വരിക. ഇപ്പോൾ ഇത് 2 കാര്യമേ ഉള്ളൂ. ഈ ഭീഷണിപ്പെടുത്തിയാണോ ഈ പിന്മാറ്റം, അതോ സ്വയം പിന്മാറിയതാണോ? അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഭീഷണി ഉണ്ടായി, ബഹിഷ്കരണ ഭീഷണിയുടെ വക്കോളം എത്തി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഈ മാറ്റങ്ങൾ വരുത്തുന്നു. അപ്പോൾ ഇനി പുറത്തിറങ്ങാൻ പോകുന്നത് എമ്പുരാൻ 17 വെട്ട് എന്നുള്ള സിനിമയാണ്. അല്ല, അതിനകത്ത് ഏതൊരു സിനിമാ നിർമ്മാതാവിന്റെ സിനിമാ സംവിധായകന്റെ ലക്ഷ്യം സിനിമ പരമാവധി ആളുകൾ കാണുക എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സമയത്ത് സ്വാഭാവിക രീതിയിൽ മാറ്റങ്ങൾ വരുത്തും. ആ മാറ്റങ്ങൾക്ക് വേണ്ടി അവർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. അത് പൃഥ്വിരാജ് ചെയ്തു, അത് ഗോകുലം ഗോപാലൻ ചെയ്തു. അതിന് നമ്മൾ വേറെ ആരും ഉത്തരവാദി? ജനങ്ങൾക്ക് ഇത് പറയാനുള്ള അവകാശമുണ്ട്. അവർ സിനിമ കാണില്ല തീരുമാനിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ മാതിരി കോടിക്കണക്കിന് റുപ്യ മുടക്കിയിട്ടുള്ള ആളുകൾക്ക് അവർക്കൊരു വേദന ഉണ്ടാവില്ലേ മഞ്ജുഷേ? ഈ പറയുന്ന 500, 600 കോടി കിട്ടിയാൽ മാത്രമാണ് ഇദ്ദേഹത്തിന് മുടക്കിയിട്ടുള്ള പണം കിട്ടുക. അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ കുറിക്കമ്പനി അടച്ചുപൂട്ടുന്നതിന്റെ സ്ഥിതിയിലാണ് വരിക. ഒരു വലിയ ദയനീയാണ്. കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ അടപ്പിച്ചു കഴിഞ്ഞു. വ്യവസായ സ്ഥാപനങ്ങള്, കാർഷിക സ്ഥാപനങ്ങള്. ഇനി അവശേഷിക്കുന്നത് ഈ പറയുന്ന ഇദ്ദേഹത്തിനെ പോലെ ആളുകൾ, ചില കുറിക്കമ്പനികൾ, ചില സ്ഥാപനങ്ങളാണ്. അതുപോലും അടച്ചുപോകുന്ന സാഹചര്യം വരും. ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഗോകുലം ഗോപാലിനെ പോലൊരാള് ഈ തരമൊരു നിർദ്ദേശം വച്ചിട്ടുണ്ട്. അത് പൃഥ്വിരാജിന് അത് ഏറ്റവും പ്രാവർത്തികമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം നടപ്പിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി, പൃഥ്വിരാജ് സ്വന്തം ഇഷ്ടത്തിന് ഇക്കാര്യങ്ങൾ ചെയ്തു എന്ന രീതിയിലാണല്ലോ വലിയ പ്രചാരണം നടക്കുന്നത്. സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ മുരളി ഗോപി നൽകിയ സ്ക്രിപ്റ്റ് അല്ല സിനിമയാക്കിയത്. പിന്നെ ഇതിന്റെ മോഹൻലാലിനോട് പറഞ്ഞ കാര്യങ്ങളല്ല ഈ സിനിമയിൽ വന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. അല്ല, അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന പ്രചാരണം മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നത്. കാരണം ടൈറ്റിൽ ക്രെഡിറ്റ്സിൽ മുരളി ഗോപിയാണ് അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. അതുകൊണ്ട് തന്നെ സ്ക്രിപ്റ്റിൽ എന്തുണ്ട് എങ്കിലും അതിന്റെ ഒരു പഴി പൃഥ്വിരാജിനെയൊക്കെ ചാരുകയോ അങ്ങനെയൊന്നും തന്നെ ആർക്കും ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആർക്കെങ്കിലും വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ അത് വേറെ കാര്യമാണ്. പക്ഷേ അതല്ലാതെ മുരളി ഗോപിക്ക് മാത്രം ആസ്ക്രൈബ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് പൃഥ്വിരാജിന്റെ മേലിലേക്ക് റീഡയറക്ട് ചെയ്തതിലൊന്നും തന്നെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമുക്ക് ആവശ്യമുള്ള എന്താണ്? തെളിവ് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പൃഥ്വിരാജ് ഭീഷണി നേരിടുന്നുണ്ട് എന്ന് പൃഥ്വിരാജ് പറയണം എന്നതുപോലെ തന്നെ ഇതെന്റെ സ്ക്രിപ്റ്റ് അല്ല, ഞാൻ എഴുതിയിരിക്കുന്നതിൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് എന്ന് പറയേണ്ടത് ആരാണ്?
മുരളി ഗോപിയാണ്, അല്ലാതെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് ആ സ്ക്രിപ്റ്റിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല മുരളി ഗോപിക്കാണ്. അതിന്റെ ഡയറക്ഷന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല ആ പടത്തിന്റെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ അത് പൃഥ്വിരാജ് സുകുമാരനുമാണ്. അതല്ലാതെ രീതിയിലത്തേക്കുള്ള ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ വ്യക്തിപരമായി മാറുന്നതിലൊന്നും തന്നെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള കഥയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇവിടെ സിനിമ അതൊരു ബിസിനസ്സാണ്, അതൊരു എന്റർടൈൻമെന്റ് മീഡിയമാണ്. അത് ആരെയെങ്കിലും ഹർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണ്ട. ഒരുപക്ഷെ ആ സിനിമ വയബിൾ ആകുന്നതിന്, അതിന്റെ ബിസിനസ് നടക്കുന്നതിന്, അതിന്റെ OTT സാധ്യതകൾക്ക് ഒക്കെ തന്നെ അതൊരു വിഘാതമാണ് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിലത്തേക്കുള്ള നീക്കുപോക്കലിനൊക്കെ തന്നെ ഈ ഒരു വലിയ വിമർശനം ഉണ്ടാകുന്ന സമയത്ത്, ബോയ്ക്കോട്ട് കോൾ ഉണ്ടാകുന്ന സമയത്ത്, പല ആൾക്കാരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് പറയുന്ന സമയത്ത് ഒക്കെ തന്നെ അതിന്റെ മേക്കേഴ്സ് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ മേക്കേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ ലീഡ് ആക്ടർ ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും തന്നെ ഒരൊറ്റ രാഷ്ട്രീയമൊന്നുമല്ല. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം എന്ന രീതിയിലത്തേക്കൊന്നുമില്ല. അപ്പൊ അവരൊക്കെ അവരുടെ കഥ കേൾക്കുന്നു, അതിൽ അവർക്ക് ആ റോൾ ഇഷ്ടപ്പെടുന്നു, അവരത് ചെയ്യുന്നു എന്ന രീതിയിൽ മാത്രമാണ്. പക്ഷെ ഈ രീതിയിലത്തേക്കുള്ള എന്തെങ്കിലും ഒരു ഒളിച്ചു കടത്തൽ എന്ന രീതിയിലത്തേക്കോ ആരെയെങ്കിലും പൂർണ്ണമായി അറിയിക്കാതെയാണ്. ഇപ്പോൾ ശ്രീ ജയകുമാറിന്റെ പോസ്റ്റിനെ പറ്റി പറഞ്ഞു. അതിൽ പറയുന്നതനുസരിച്ച് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോയും ചെയ്തതാണ്. അതായത് മോഹൻലാലിനോ അല്ലെങ്കിൽ ശ്രീ ഗോകുലം ഗോപാലനോ ഇതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടുള്ള അറിവുണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് വരേണ്ടത്? അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം ഉണ്ടാകണം. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിൽ, പ്രത്യേകിച്ച് നേരത്തെയുള്ള വാര്യം കുന്നനുമായി ബന്ധപ്പെട്ട ആരോപണമൊക്കെ തന്നെ ശരിയാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രോജക്റ്റിൽ നിന്ന് പൃഥ്വിരാജ് പിന്മാറിയ സാഹചര്യവും നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതല്ലാതെ ഈ വിഷയത്തിനെ അതിന്റെ മെറിറ്റിൽ നമ്മൾ കാണുകയാണ് എങ്കിൽ അതിൽ ഭീഷണി ഉണ്ട് എന്ന് ആ സിനിമയുടെ മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറയണം. ഇപ്പോൾ ഇതിൽ എഡിറ്റ് കട്ട്സിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്, ഞാനതിൽ നിർബന്ധിതനായതാണ്, കാരണം ഈ രീതിയിലത്തേക്കുള്ള ഭീഷണി എനിക്കുണ്ട് എന്ന് ഇത്രയും വലിയൊരു രാഷ്ട്രീയ പ്രമേയം, നേരത്തെ ഈ പറഞ്ഞതുപോലെ ആധുനിക കാലത്ത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയാൻ ആർജവമുള്ള ഒരു വ്യക്തി എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. ഒരു ഭീഷണി ഉണ്ട് എന്ന് ഈ ഘട്ടത്തിൽ ഇത്രയും പണം മുടക്കിയ സമയത്ത് അണിയറ പ്രവർത്തകർ എന്തായാലും പറയുകയില്ലല്ലോ. 100% അതിലെന്താ ഡൗട്ട്? എന്റെ മഞ്ജുഷേ, ഏതായാലും ഇത് ഒരു വീടിന് ബോംബ് എറിഞ്ഞിട്ട് അത് ബോംബിന്റെ പുകയല്ലാന്നും അത് പ്ലാസ്റ്റിക് കത്തിച്ചു വന്ന പുകയാണെന്നും പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഇവരെല്ലാം ഉണ്ടാക്കി വെച്ച് ഈ പറയുന്ന മോഹൻലാൽ, ആരാണ് ലാലേട്ടൻ എന്ന് പറയുന്ന ആള്? മോഹൻലാലിന്റെ ഈ ബാക്കപ്പ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ സംഘവുമായിട്ട് വലിയ ബന്ധം വെച്ച് പുലർത്തുന്ന ഒരു നടനാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗോകുലം ഗോപാലിനെ കുറിച്ചിട്ട് ഇപ്പോ നന്ദകുമാർജി പറഞ്ഞു അദ്ദേഹത്തിന് ചിട്ടി കമ്പനി ഉണ്ട്, അതൊക്കെ പൂട്ടിപ്പോവില്ലേ എന്നുള്ളതാണ്. ഞാൻ അതൊക്കെ കാണുന്നത് അത് ഒരു തരത്തിൽ പറയാതെ പറയുന്ന ഭീഷണികളുടെ ഒരു സ്വരമാണ്. രാജ്യത്ത് ഇവർക്കെതിരെ ആരൊക്കെ സംസാരിക്കുന്നുവോ, BJPക്കെതിരെ, സംഘത്തിനെതിരെ ആരൊക്കെ സംസാരിക്കുന്നുവോ അവരൊക്കെ കൃത്യമായിട്ട് വേട്ടയാടിയിട്ടുള്ള ഒരു പച്ചയായ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോ ഇപ്പൊ നോക്കൂ, നേരത്തെ ജനഗണമന എന്ന് പറയുന്ന ഒരു സിനിമ വന്നു. ആ സിനിമക്കെതിരെ സമാനമായിട്ടുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്, സമാനമായിട്ടുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിൽ അതൊരു മട്ടാഞ്ചേരി മാഫിയ സംഘം ഉണ്ടാക്കിയ സിനിമയാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചിട്ടില്ലേ? വലിയ വ്യാപകമായിട്ട് അതിനെതിരെ ക്യാമ്പയിൻ നടത്തിയിട്ടില്ലേ? പക്ഷെ അന്ന് പൃഥ്വിരാജ് സ്റ്റാൻഡ് ചെയ്തിരുന്ന ആ ഒരു ഏരിയ, അതിൽ കൃത്യമായി നിലപാട് വെച്ചു പുലർത്തിയിരുന്ന ആളുകളുടെ ഏരിയ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നിലവിൽ ഈ പറഞ്ഞതുപോലെ സംഘത്തിന്റെ ചായ്വുള്ള പലരും ഈ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ കോംപ്രമൈസ് ചെയ്യപ്പെട്ടേക്കാം. നേരത്തെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞൊരു പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. കാരണം ഒരു സിനിമ, ആ സിനിമ കേവലം ഇവിടെ മാത്രം ഓടിയാൽ പോരാ, അത് ഓടേണ്ട പലയിടങ്ങളുണ്ട്. ശരിയാണ്, അത് പാൻ ഇന്ത്യൻ ഇമേജ് ആണ്, അതിന് കോട്ടം തട്ടുമെന്നും അണിയറ പ്രവർത്തകർ അറിയാം. ശരി, നന്ദി. ഞാൻ ചർച്ച നിർത്തുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ചോദ്യം ഇതായിരുന്നു: എമ്പുരാൻ സിനിമയ്ക്ക് 17 വെട്ട് തീരുമാനം ശരിയോ? അതെ എന്ന് 56% പ്രേക്ഷകർ, അല്ല എന്ന് 44%. പാൻഡിബറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.